പെങ്ങളെ കൊണ്ടുപോകണേ പൊന്നുമോള്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ കൊണ്ടുപോകണേ. കൊണ്ടുപോകേണ്ട ഒന്നാമത്തെ കാര്യമേതെന്നറിയുവോ? അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയോട് ഖബർ പറഞ്ഞു കൊടുത്ത കാര്യമാ. 5 കാര്യവുമായിട്ട് ഖബറിലേക്ക് കടന്നു പോകുന്ന മനുഷ്യന്റെ 6 അടി മണ്ണ് സ്വർഗമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ ഒന്നാമത്തെ കാര്യമേതെന്നറിയുവോ? ഇനി മുതൽ പള്ളിക്കാട്ടിൽ ഖബർ സിയാറത്തിന് പോകുമ്പോ, മയ്യത്ത് ഖബറടക്കാൻ പോകുമ്പോ, ആ പള്ളിക്കാട്ടിൽ നിൽക്കുന്ന എല്ലാവരോടും ഖബർ വിളിച്ച് പറയുന്ന കാര്യമാ. എന്റെ പ്രിയമുള്ളവരെ, ഖബറടക്കാ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനോട്, ഖബർ സിയാറത്ത് ചെയ്യാ പോകുന്ന മനുഷ്യരോട് ഖബർ വിളിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? അന ബൈത്തുൽ വഹദാ, അന ബൈത്തുൽ വഹദാ. മോനെ, എന്റെ വീട് ഏകാന്തതയുടെ വീടാ. എന്റെ വീടിനകത്ത് നീ അല്ലാതെ ആരുമില്ല. നിനക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് ശീലമില്ലല്ലോ. മാതാപിതാക്കളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ, ഭാര്യ മക്കളുടെ കൂടെ, കൂടപ്പറപ്പുകളുടെ കൂടെ നീ ജനങ്ങൾക്കിടയിൽ ജീവിച്ചവനാ. അതുകൊണ്ട് ഖബറിന് പറയുന്ന എന്റെ വീടിനകത്ത് ജീവിക്കാൻ വരുമ്പോ നീ ഒറ്റയ്ക്കാ പൊന്നുമോനെ, നീ ഒറ്റയ്ക്കാ പൊന്നുമോനെ. അതുകൊണ്ട് ഖബറിലേക്ക് വരുമ്പോ കൊണ്ടുവരേണ്ട ഒന്നാമത്തെ കാര്യമേതെന്നറിയുവോ? ഖബറിലൊരു കൂട്ടുകാരനെ കൊണ്ടുവരണേ. ഒരു സമയം പോക്കിന് വേണ്ടി ഖബറിനകത്ത് നിനക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാ ഒരു കൂട്ടുകാരനെയും കൊണ്ട് ഖബറിലേക്ക് പോകാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഒന്നാമത്തെ കാര്യം കൂട്ടിനൊരാളെ കൊണ്ടുപോകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കൂട്ടിന് കൊണ്ടുപോകാൻ ആരാ ഉള്ളത്? നമ്മുടെ ഭാര്യ. ഞാൻ പെണ്ണുങ്ങളെ വിമർശിക്കാന്ന് കരുതരുത്. എന്റെ പ്രിയപ്പെട്ട ആണുങ്ങൾ എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, ആണുങ്ങളോട് ചോദിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നവരാ. നമ്മളെങ്ങാനും ഇന്ന് രാത്രി മരിച്ചു പോയാൽ, നിങ്ങളൊക്കെ മരിച്ച വീട്ടിൽ പോകുന്നവരല്ലേ? എല്ലാരും മരിച്ച വീട്ടിൽ പോകുന്നവരാ. നമ്മൾ മരിച്ച വീട്ടിൽ പോകുമ്പോ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഭാര്യ പറയണ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നമ്മുടെ വില മനസ്സിലാകാൻ. വയലൊന്നും വേണ്ട. മരിച്ച വീട്ടിൽ പോകുമ്പോ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഭാര്യ പറയണ ഒറ്റ വാക്ക് മതി. ഇപ്പൊ ഈ വയല് പറയുന്ന ഞാൻ ഇവിടെ വെച്ചങ്ങ് വീണ് മരിച്ചുപോയാ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കാൻ പേടിയൊന്നുമില്ല മനുഷ്യന്മാരെ, പോയാ ഉള്ള നേരത്തെ പോകാം, അത്രേ ഉള്ളൂ. കാരണം എന്തേ? ഇവിടെ കിടന്ന് മരിച്ച സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനെ പേടിക്കേണ്ടത്? മരണത്താരും പേടിക്കരുത്. തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്. അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ് മരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്മാനം കിട്ടുമ്പോ കരയണവ മനുഷ്യനാ. സമ്മാനം കിട്ടുമ്പോ കരയണം. അള്ളാഹ് കൊടുത്തുവിട്ട സമ്മാനവാ മരണം. ഇങ്ങനെ എന്ത് ചോദിക്കണം മനുഷ്യ? മരണം ഇങ്ങനെ വരുമ്പോ അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വരുമ്പോ ചോദിക്കണം, എന്തേ താമസിച്ചെന്ന്? കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായില്ലേ? എന്തേ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി? അങ്ങനെ ചോദിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് മരിച്ചെന്ന് വിചാരിക്കാം. ഈ സംഘാടകരെല്ലാം കൂടെ ചിലപ്പോൾ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് എന്നെ അങ്ങോട്ട് നാട് വരെ എത്തിക്കും, എന്റെ വീട് വരെ എത്തിക്കും. അള്ളാഹുവെ പടച്ചവനെ വീടിനകത്ത് കൊണ്ടുപോയിട്ട് വെള്ള തുണിയിൽ നല്ല രീതിയിൽ കുളിപ്പിച്ച് ഇങ്ങനെ കടത്തിയിരിക്കുക. എന്റെ ഉമ്മ കരയും, നാട്ടുകാർ കരയും, കൂടപ്പുറപ്പ് കരയും, എന്റെ മോൻ കരയും, എന്റെ ഭാര്യ കരയും. എന്റെ ഭാര്യ സുമയ്യ എന്നെ വെള്ള തുണിയിൽ പുതച്ചിങ്ങനെ കടത്തിയിരിക്കുമ്പോ എന്റെ ഭാര്യ ഇങ്ങനെ കരയും, നെഞ്ചത്തടിച്ചിട്ട് വിളിച്ചു പോവാ. കരയണ സമയത്ത് അവള് പറയണ ഒരു വാക്കുണ്ട്. ഞാൻ എന്റെ ഭാര്യയെ പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഒക്കെ ഭാര്യമാര് പറയണ ഒരു വാക്കുണ്ട്, പടച്ചവനെ ഇനി എനിക്കും എന്റെ മക്കൾക്ക് ആരാ അല്ലാഹ് ഉള്ളത്? എന്താ പറയണേ? ഇനി എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരാ അല്ലാഹ് ഉള്ളത്? നമ്മുടെ ഭാര്യ കരണ ഇതാ. അല്ലാഹ് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലേ എനിക്കും എന്റെ മക്കൾക്ക് ഇനി ആരാ പടച്ചവനെ ഉള്ളത്? എന്റെ സത്യത്തിൽ അവക്ക് എല്ലാരും ഇല്ലേ? പാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടെ പുറപ്പുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, നമുക്കാരുണ്ട്. സത്യത്തിൽ അവള് പറയേണ്ടത് എന്തേ? പടച്ചവനെ എന്റെ ഇക്കാൻ ഇനി ആരാ അല്ലാഹ് ഉള്ളത്? കാരണം പള്ളിക്കാട്ടി പോകാ ഞാനില്ല, അദ്ദേഹത്തിന്റെ വാപ്പില്ല, ഉമ്മയില്ല, കൂടെ പുറപ്പില്ല, കൂട്ടുകാരില്ല, ആരുമില്ല, ഒറ്റയ്ക്ക് പള്ളിക്കാട്ടി പോവാ. പടച്ചവനെ ആരാ ഉള്ളത് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഭാര്യ പറയും, ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാ അല്ലാഹ് ഉള്ളത്? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ മനുഷ്യൻ ഒറ്റപ്പെടുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ.
ജീവിതത്തിൽ എന്തുകൊണ്ടാണ് മഹാന്മാര് ഖബറ് കണ്ടപ്പോ കരഞ്ഞെന്നറിയോ? നരകം പറഞ്ഞപ്പോ, പരലോകം പറഞ്ഞപ്പോ, മരണം പറഞ്ഞപ്പോ കരഞ്ഞില്ല. ഖബറ് കുറിച്ച് പറഞ്ഞപ്പോ കരയാനുള്ള കാരണം, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവി ജീവിക്കുമ്പോ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. പരലോകത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല, അവിടെയും കൂടെ ആളുണ്ട്. നരകത്തിൽ പോയാലും അവിടെ ആളുണ്ട്, സ്വർഗത്തിൽ പോയാലും ഒറ്റയ്ക്കല്ല, അവിടെയും ആളുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഒരേ ഒരു സ്ഥലം അത് 6 അടി മണ്ണിനകത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളോട്, എന്റെ ചെറുപ്പക്കാരോട്, ലക്ഷക്കണക്കിന് സമ്പാദിച്ച് കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ട് ഭാര്യക്കും മക്കൾക്കും സുഖിക്കാൻ കൊടുത്തിട്ട് പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാ. അതുകൊണ്ട് പോകുമ്പോ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോകണേ, പോകുമ്പോ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോകണേ. എല്ലാരും ഖബർ വരെ വരൂ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യ നമ്മുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്നത് വരെ കൂടെയുള്ളൂ. അവള് പറയില്ല, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കയില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ. എന്റെ വീടിനകത്ത് വെക്കുന്ന ഒരു പെണ്ണും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ പറയുമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യ മയ്യത്തെടുക്കുന്ന സമയം വരെ ഉള്ളൂ, ഉമ്മയും അവിടെ വരെ ഉള്ളൂ, വാപ്പയും മക്കളും കൂടപ്പുറപ്പും കൂട്ടുകാരും പള്ളിയിൽ വരികയാണ്. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഒരു വിഭാഗം ഇറങ്ങിപ്പോയി. മയ്യത്ത് ഖബറിനകത്ത് കൊണ്ടുവച്ചിട്ട് ഇറക്കിയിട്ട് പലകയിടത്ത് വെക്കുമ്പോ അവിടെ നിന്നൊരു വിഭാഗം പോവുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവര്, മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോവുകയാ. സ്വന്തം മക്കൾ പോലും നിൽക്കില്ല, സ്വന്തം മക്കൾ പോലും നിൽക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഖബറടക്കിയിട്ട് എല്ലാവരും പോയാലും മോനെ നീ പോകല്ലേ. അള്ളാന്റെ റസൂല് പറയുകയാണ്, മാതാപിതാക്കളുടെ മയ്യത്ത് ഖബറടക്കാൻ പോകുമ്പോ ആരൊക്കെ പോയാലും സ്വന്തം മക്കള് പോകല്ലേ. അള്ളാന്റെ റസൂല് പറയുകയാ, ഒരു 40 ആയത്തോകുന്ന സമയം ഒരു 5 മിനിറ്റെങ്കിലും ആ ഖബറിന്റെ ചാരത്ത് നിന്ന് നീ ഒറ്റയ്ക്ക് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെന്നറിയുവോ? ഖബറിനകത്ത് കിടന്ന് മരിച്ചു കിടക്കുന്ന വാപ്പ കാണുകയാ, പടച്ചവരെ, എന്റെ കൂട്ടുകാരൻ പോയല്ലോ, എന്റെ കൂടപ്പിറപ്പ് പോയല്ലോ, ഞാൻ സ്നേഹിച്ച് നടന്ന പലരും എന്നെ വിട്ടിട്ട് പോയല്ലോ. സ്വന്തം മകന് വാപ്പാനെ ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് മടങ്ങി പോകുമ്പോ വാപ്പ ചിന്തിക്കുന്നു, അല്ലാ, കൂട്ടുകാര് മറന്നാല്, കൂടപ്പിറപ്പ് മറന്നാല്, എന്റെ മോനുവെന്നെ മറന്നല്ലോ അല്ലാ. ഒറ്റയ്ക്ക് ഖബറിന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്ത വാപ്പ ഖബറിൽ കിടന്ന് പറയും, പടച്ചവര്, ആര് പോയാല് എന്റെ മോൻ എന്നെ മറന്നില്ലല്ലോ, അവനൊരു അല്പനേരമെങ്കിലും എന്റെ ഖബറിന്റെ ചാരത്തിരുന്നല്ലോ. 40 ആയത്തോതുന്ന സമയം ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യണേ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഖബറിന്റെ ചാരത്ത് വന്നിട്ട് കൈയൊടിഞ്ഞു പോകുമ്പോ ആ ഖബറിനകത്ത് കൂട്ടായി വരുന്നവര് കൂട്ടുകാരനുണ്ട്. ദുനിയാവില് മാത്രമല്ല, മരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഖബറിനകത്ത് മാത്രമല്ല, പരലോകത്ത് മാത്രമല്ല. ഈ കൂട്ടുകാരൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി തൂബ എന്ന് പറയുന്ന സ്വർഗത്തിലെ മരത്തിന്റെ ചുവട്ടിൽ സിംഹാസനത്തിൽ കൊണ്ടിരുത്തിയിട്ട് പോകുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. കൂടാ കഴിയുവോ? കൂട്ടുകാരനാക്കാ കഴിയുവോ? ഖബർ തന്നെ പറഞ്ഞു തരികയാ, 6 അടി മണ്ണിനകത്തെ കൂട്ടാളി ആരെന്നറിയുവോ? 6 അടി മണ്ണിനകത്തെ കൂട്ടുകാരൻ ആരെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, വീടിന്റെ അലമാരിക്കകത്ത് ടിവിയുടെ അടിയിലിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, പൊടിയടിച്ച് അലമാരിയുടെ മുകളിൽ കിടക്കുന്ന ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനെ ആര് സ്നേഹിക്കുന്നു, ആ ഖുർആൻ ആരോതുന്നു, ആ മനുഷ്യന്റെ ഖബറിലെ കൂട്ടാളി ഖുർആനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ഒന്ന് കൂടാൻ കഴിയുമോ? ഒന്ന് കൂട്ടുകാരനാകാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്ന ആരാവുള്ളത്? ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, മരിച്ചവർക്ക് വേണ്ടി യാസീനോദി ദുആ ചെയ്യേണ്ട ദിവസമാണല്ലോ. ഇന്നത്തെ ദിവസം വഅലിന് വരുന്നതിന് മുമ്പ് നമസ്കരിച്ച സമയത്തല്ലാതെ ഒരു ഖുൽ ഹുവല്ലാഹ് ഓതിയവർ കൈവക്കാൻ പറഞ്ഞ എത്ര പേരുണ്ട് ചെറുപ്പക്കാരാ, എത്ര പേരുണ്ട് ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതാ മടിയാ, ഖുർആൻ
പഠിപ്പിക്കാൻ മടിയാ. ഇന്നെല്ലാവർക്കും ഭൗതിക വിദ്യാഭ്യാസം മതിയല്ലോ. മദ്രസയിൽ വിടാൻ പോലെ സമയമില്ല, മദ്രസയിൽ വിടാൻ പോലെ സമയമില്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമോള്. നിന്റെ മക്കൾക്ക് ഖുർആൻ കഴിഞ്ഞിട്ടുള്ള പഠനം മതി പൊന്നുമോള്. അള്ളാന്റെ റസൂല് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഒരായത്ത് പഠിപ്പിച്ചാ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ. ഈ വഅദിന് വന്ന ഏതെങ്കിലും ഒരു മാതാപിതാക്കള് ഇന്ന് വഅദ് കഴിഞ്ഞ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പാതിരാത്രി തന്റെ സ്വന്തം മക്കളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഖുർആനിലെ 114 അധ്യായങ്ങൾ, 6666 ആയത്തുകള്, ഈ ആയത്തിൽ നിന്ന് ഒരേ ഒരായത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരേ ഒരായത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ മക്കളെ കണ്ടോതാ പഠിപ്പിച്ച, കാണാതെയല്ല കണ്ടോതാ പഠിപ്പിച്ച അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഏതെങ്കിലും മാതാപിതാക്കള് തന്റെ മക്കളെ കണ്ടോതാ പഠിപ്പിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ഒരായത്ത് പഠിപ്പിച്ചാ കിട്ടുന്ന പ്രതിഫലം അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരു ആയത്ത് തന്റെ മക്കളെ കാണാതെ പഠിപ്പിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം 1000 വർഷം രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പെങ്ങളെ നന്നാകു പൊന്നുമോള്, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് എന്ത് പുണ്യമായ സമയമാ പെങ്ങള്, എന്ത് പുണ്യമായ സമയമാ പെങ്ങള്. വാക്യബോധണ്ട സമയമല്ലേ, സജ്ദ ബോധണ്ട സമയമല്ലേ, സൂറത്തുൽ മുൽക്ക് ഓതണ്ട സമയമല്ലേ, അല്ലാഹുവേ യാസീൻ ഓതണ്ട സമയമല്ലേ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമല്ലേ. ആ സമയത്ത് ചന്ദനമഴയും പരസ്പരവും ശ്രീധരവും കറുത്തമുത്തും പടച്ചവരെ കണ്ടെത്തി ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന പ്രിയപ്പെട്ട പെങ്ങളോട് പൊന്നുമോളെ ആരെങ്കിലും വരുമോ? ഈ നടിമാര് നിന്റെ 6 മണ്ണിനകത്ത് വരുമോ? ഇല്ല പെങ്ങള്, ആകെ വരുന്നത് പരിശുദ്ധമായ ഖുർആനാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവിന്റെ ഖുർആനിനെ കൂട്ടുകാരനാക്കി സ്വീകരിച്ച ഖബറിനകത്ത് നിനക്ക് കൂട്ടായിട്ട് ഖുർആൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൂട്ടുകൂടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനുമായിട്ട് കൂട്ടുകൂടുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ ദിവസവും ഖുർആൻ ഓതിയാ മതി. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ കളിയാക്കാൻ ചോദിക്കല്ല, ഇന്ന് ഞാനും കയ്യൊന്നും പൊക്കണ്ട. ഇന്നത്തെ ദിവസം വയലിന് വരുന്നതിന് മുമ്പ് നിസ്കരിച്ച സമയത്തല്ലാതെ ഒരു കുൽഹുവല്ല ഓതി എത്ര പേരുണ്ടാകും? കൈവെക്കാൻ പറഞ്ഞാൽ ഞാൻ നാറത്തേ ഉള്ളൂ, എനിക്ക് നല്ലതുപോലെ അറിയാം, സമയമില്ല. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. 3 ആയത്ത് ഒറ്റ മിനിറ്റ് മതി, 1 മിനിറ്റ് മതി. അത് ഓതാൻ പോലും സമയമില്ലെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. കാരണം ഇരിക്കുന്ന സ്ഥലത്തോടെ പങ്കു പൂക്കളെ നിങ്ങൾക്ക് തന്നെ തോന്നണില്ല ഇതിത്തിരി ഓവറാണ്, നിങ്ങൾക്ക് തന്നെ തോന്നണില്ലേ? 3 ആയത്തുള്ള ഒരു സൂറത്ത് ഓതാൻ സമയമില്ലെങ്കിൽ അല്ലാഹു അലം, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അല്ലാഹ്, കഴിഞ്ഞതൊക്കെ അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. പക്ഷെ ഇന്ന് മുതൽ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തീരുമാനിക്കുക. ഒരു സൂറത്തെങ്കിലും ഓതണം, ഒരു സൂറത്തെങ്കിലും. ഏത് വേണ്ട, സൂറത്ത് വേണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഒരായത്ത് ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. ഒരേ ഒരായത്ത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനകത്തും ചില ചങ്ങാതിമാരുണ്ട്, പിന്നെ നിങ്ങളെക്കാളും എത്ര കൊലകൊമ്പന്മാര് നോക്കിയിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല, അങ്ങനെ ചിന്തിക്കണരുണ്ട്. എത്ര കേട്ടാലും അങ്ങോട്ട് ഇറങ്ങാത്ത ചില ആൾക്കാരുണ്ട്, ശൈത്താനെ പോലെ. ശൈത്താൻ അങ്ങനെ ആയിരുന്നല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ശപിക്കപ്പെട്ട ശൈത്താൻ ഇറങ്ങി വന്നു.
ശപിക്കപ്പെട്ട ശൈത്താൻ ഇറങ്ങി വന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തു പോയി, ഒന്ന് നന്നാവണമെന്ന് തോന്നുന്നു. ശൈത്താന പറയണേ, എനിക്കൊന്ന് നന്നാകണമെന്ന് തോന്നുന്നു. പ്രവാചകന്മാര് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. എന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. പടച്ചോനെ, മൂസാ നബിയുടെ സന്തോഷം ഇന്നത്തെ കുട്ടികൾ പറയണ കണക്ക് വെച്ച് പറഞ്ഞാൽ ഒരു 10 ലഡു ഒരുമിച്ച് പൊട്ടിയ സന്തോഷം ഉണ്ടായി. ശൈത്താൻ നന്നാവാൻ പോവാ. മൂസാ നബി ചിരിക്കുന്ന മുഖത്തോടെ 2 കൈയും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോൻ ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ, ഇവൻ ഇങ്ങനെയൊക്കെയാ പറയണേ. പക്ഷെ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പഴയ സന്തോഷം കാണുന്നില്ല. എന്താ ബക്കറ്റ് വിരുവിന് സമയമായോ? ഹബീബേ, ബക്കറ്റ് വിരിവ് ഏറ്റവും അവസാനം. ബക്കറ്റ് എടുത്ത ആൾക്കാരപ്പം ഇറങ്ങും. ബക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ ഇരി. ബക്കറ്റ് ഏറ്റവും അവസാനം, ഏറ്റവും അവസാനം. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൊടുക്കൂലേ? കൊടുക്കൂലേ? പരമശന്മാരെ കൊടുക്കൂലേ? കൊടുക്കത്തിൽ എല്ലാരും 500 1000 നിരോധിച്ചപ്പോ നരേന്ദ്രമോദിയെ കുറ്റം പറയുക. അയാളെ കുറ്റം പറയണ്ട, അയാളെ കുറ്റം പറയണ്ട. നിന്റെ ജീവിതമാക്കിയത് നിങ്ങൾ തന്നെ. ഇങ്ങനെ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി. 2 നിലയുള്ള വീട്, ആ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയാ, ഒരു യതീമായ പെങ്കൊച്ചിനെ കെട്ടിക്കാനാ വല്ലതും തരണം മനുഷ്യ. വീടിന്റെ അലമാരിക്കകത്ത് 1000 500 കെട്ട് കണക്കിന് വെച്ചിരിക്ക. ഒരു 100 രൂപ എടുത്തിട്ട് പറയും, ഒരു 500 രൂപ എടുത്തിട്ട് പറയും, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഒന്നുമില്ല. വീടിനകത്ത് വെച്ചിട്ട് ഇവൻ പറഞ്ഞെന്തേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഇതേ ഉള്ളെന്നു. നീ അങ്ങനെ പറഞ്ഞു 10 പ്രാവശ്യം പറഞ്ഞു, അള്ളാഹു നിന്നെ അങ്ങനെ ആക്കി. നിന്റെ കയ്യിൽ നിന്നൊന്നുമില്ല, എല്ലാം ബാങ്കി കിടക്കുക. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എത്തിങ്ങാനിലാക്കിക്കളെ. ഇനിയില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊന്നും പറയണ്ട, നമ്മൾ സ്വന്തം പറഞ്ഞാക്കിയതാ. അൽ ഐനു ഹക്കുൻ, കണ്ണീർ ഹക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയണത് നമ്മുടെ നാവ്. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട്, പെങ്ങന്മാരോടൊക്കെ ഞാൻ പറയാം, കണ്ണാടിയുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് സ്വന്തം ഗ്ലാമർ വിലയിരുത്തല്ലേ, ഗ്ലാമർ നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് കൊള്ളാപ്പ, ഗ്ലാമർ കൂടി വരിക, അങ്ങനെ പറയരുത്. പറഞ്ഞാൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, വീടിന്റെ മുന്നിൽ നല്ല ഒരു ചുമന്ന വാഴ നല്ല കൊലച്ച് നിൽക്കുക. അപ്പോഴാ ഒരു ഉമ്മാമ നടന്നു പോകുന്നത്. എന്തു കൊലയാ പടച്ചനെ നിൽക്കണത്, ഒറ്റ പറച്ചിൽ ഇതാ കിടക്കണത്. പറയണ വാക്ക് അറം പറ്റിപ്പോകും ചില ആൾക്കാർ പറഞ്ഞ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ്, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിനക്ക് ഗ്ലാമർ ആണെന്ന് നീ വിലയിരുത്തല്ലേ, ഉള്ളത് പോയി കിട്ടും. എന്റെ ഈ പ്രൊഫൈൽ ചിത്രം ഉണ്ടല്ലോ, മൊബൈൽ എടുത്ത് നോക്ക്. മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് എന്നാ ചിരിച്ചുകൊണ്ട് നിൽക്കണത്, പൊക്കിയിട്ട് നിൽക്കണത്, തലകുത്തി നിൽക്കണത്, ഫോട്ടോ എടുത്തിട്ട് പ്രൊഫൈൽ ചിത്രമായിട്ട് ഉപയോഗിക്കുന്ന വാപ്പമാരും ഉമ്മമാരും കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഐനു, അള്ളാന്റെ റസൂല് പറഞ്ഞ്, കണ്ണീർ ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, ഇന്ന ഖബറിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി ഒട്ടകത്തിനെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. നിന്റെ പൊന്നുമക്കളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ 1000 കാണുന്നു. ആരെങ്കിലും ഒരാൾ പറഞ്ഞ നിന്റെ മോനെ പള്ളിക്കുഴിയിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ, പൈസയുടെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് പോയതാ. പോട്ട്, അത് വിട്ട് അവസാനം കൊടുത്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞേ, മൂസാനയുടെ കാര്യം പ്രശ്നം ഓർമ്മയുണ്ടില്ലേ? ശപിക്കപ്പെട്ട ശൈത്താൻ ഇതൊക്കെ എനിക്ക് നന്നാവണം ദുആ ചെയ്യാൻ പറഞ്ഞു. ദുആ ചെയ്തപ്പോൾ മൂസാ നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. ശൈത്താൻ ചോദിച്ചു, എന്തേ മൂസാ, അല്ല എന്തു പറഞ്ഞു, നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അപ്പൊ മൂസാ നബി പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവനെ, അള്ളാഹു ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു, നീ ചെയ്ത പാപങ്ങൾ മുഴുവനും അള്ള പുറത്തു തരും, ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. ശൈത്താൻ ചോദിച്ചു, എന്താ ചെയ്യണ്ടേന്ന്? ആദം നബിയുടെ ഖബറിന്റെ മുന്നിൽ പോയി ഒരു സുജൂദ് ചെയ്യണം, എന്നിട്ട് ദുആ ചെയ്താൽ മതി, നിന്റെ പാപം മുഴുവനും അള്ള പുറത്തു തരും. ശൈത്താൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആദം നബി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നപ്പോ അള്ള നേരിട്ട് എന്നോട് പറഞ്ഞു സുജൂദ് ചെയ്യാൻ, അന്ന് ഞാൻ ചെയ്തില്ല, ഇനിയാ ഇപ്പം മരിച്ചതിന് ശേഷം. ആദം നബി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നപ്പോ പടച്ച റബ്ബ് പറഞ്ഞു സുജൂദ് ചെയ്യാൻ, അന്ന് ഞാൻ കേട്ടില്ല, നീ മരിച്ചതിന് ശേഷം നീ നിന്റെ പണി വല്ലതും ഉണ്ടാക്കി നോക്കാൻ. അങ്ങനെ ചിലരുണ്ട്, ഖുർആനിലെ ഒരായത്തോതടാ നിനക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല ഉസ്താദെ പറ്റൂല, വേറെ പണി നോക്കാൻ പറഞ്ഞ ആരെങ്കിലും ഈ സദസ്സിലിരിപ്പുണ്ടെങ്കിൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. അത്രയും ചങ്കൂറ്റം കാണിച്ച, അത്രയ്ക്കും വലിയ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഏതെങ്കിലും ഒരു പെങ്ങൾ ഈ സദസ്സിലിരിപ്പുണ്ടെങ്കിൽ അല്ല നിനക്ക് തരുന്നൊരു പ്രതിഫലം എന്തെന്നറിയോ? നീ ഈ ഭൂമുഖത്ത് എവിടെ കിടന്നു മരിച്ചാലും, ഈ പ്രപഞ്ചത്തിൽ നീ എവിടെ കിടന്നു മരിച്ചാലും, ഏത് കുത്തുബുൽ കിതാബ്, ഏത് പ്രവാചകന്മാര് നിന്റെ മുന്നിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും അത് പറയാനുള്ള യോഗം നിനക്കുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ലോകത്തെ ഏറ്റവും വലിയ ഇനി ഹിലർ നബി അലൈഹി സ്വലാം ആവട്ടെ, ജീവിച്ചിരിക്കുന്ന പ്രവാചകന് നിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒന്ന് പറ മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയാൻ യോഗമില്ല മോനെ, പറയാൻ കഴിയില്ല പെങ്ങളെ. നിന്റെ അവസാനത്തെ വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ബുഖാരി മുസ്ലിം ഒന്നും നോക്കണ്ട, ഖുർആൻ തന്നെ നോക്കിയാൽ മതി. എന്റെ അടുത്ത് പറഞ്ഞു ഖുർആനെ കുറിച്ച് പ്രസംഗിക്കണം. അതുകൊണ്ട് ഖുർആൻ തന്നെ പറയാ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരായത്ത് ഓതിയിട്ടേ നീ മരിക്കൂ. ഏതായത്തെന്നറിയൂ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അഹങ്കാരിയെ പോലെ ധിക്കാരിയെ പോലെ പടച്ചവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാതെ ജീവിച്ചവനുണ്ടല്ലോ, അവൻ മരിക്കാൻ കിടക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയും, ഒന്ന് പറ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് പറ ഉമ്മച്ചി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്ത് തിരിച്ചു പറയുന്ന വാക്ക് വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. മരണമൊഴി 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്നവന്റെ മൊഴിക്ക് സ്ഥാനമുണ്ടെന്ന്. മരിക്കാൻ കിടക്കുന്നവന്റെ മരണമൊഴിക്ക് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാ. അല്ലാഹ് പറഞ്ഞു വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറയും, ഞാൻ എങ്ങനാ മരിക്കുന്നതെന്നറിയോ? എന്റെ മരണമൊഴി എന്തെന്നറിയുമോ? ഞാനൊരു കാഫിറിനെ പോലെയാണ് ചത്തുപോകുന്നതെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരേ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം സ്വർഗ്ഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഓതൂലേ? ഇൻഷാ അല്ലാഹ് ഓതൂലേ? ഉറക്കപ്പറ ഓതൂലേ? അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് ഉറക്ക പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. പറ ഇൻഷാ അല്ലാഹ് ഉറക്കെ. ഇൻഷാ അല്ലാഹ് ഇവിടെ വരാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. വയല് കേൾക്കാൻ വരാത്ത മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്റെ പെങ്ങന്മാരൊക്കെ കൂട്ടുകാരൊക്കെ ഈ സൂററ്റ ആയത്ത് പറഞ്ഞു കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. അവള് പറയും, ചന്ദനമഴ അല്ലാഹ് ഇന്ന് എന്തുവായിരുന്നു. പെണ്ണുങ്ങളൊക്കെ ടെൻഷനില്ല, കറുത്ത മുത്തിൽ അവൻ ചാവോ ചാവില്ല, അതാ ടെൻഷൻ. ഇവര് മരിക്കുവോ അതിനെ കുറിച്ച് ചിന്തയൊന്നുമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് മാതാപിതാക്കളും മാതൃകയാകണം. മക്കൾക്ക് മാതൃകയാവാം. ഏത് വാപ്പയാ മക്കൾക്ക് മാതൃകയാവണേ? വാപ്പ വീടിന്റെ മുന്നിൽ ഇരിക്കും, പള്ളി പാങ്ക് വിളിക്കുമ്പോ കട്ടൻ വീടിയും വലിച്ചുകൊണ്ട് വീടിന്റെ വെളി ഇരുന്നിട്ട് മോനോട് പറയും, പാങ്ക് വിളിച്ചു മോനെ നിസ്കരിക്കാൻ പോടാ. സത്യത്തിൽ ഈ മനുഷ്യനാണ് മുന്നിൽ പോകേണ്ടത്. മോനെ കൈ പിടിച്ചോണ്ട് പോകണം. വാപ്പാടെ കാലിന് ഒരു അസുഖവും ഇല്ല. വീടിന്റെ മുന്നിൽ ഇരുന്നിട്ട് മോനോട് പറയും, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത്. ഉമ്മച്ചി മഗ്രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക, സീരിയലും കണ്ടിട്ട് മോളോട് പറയും, പാങ്ക് വിളിച്ചു മോളെ സലാത്ത് പറ, യാസീനോട് നിസ്കരിക്കുക, ഞാനിവിടെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ ഞാൻ. എന്തപ്പ മനുഷ്യന്മാർ. ഉപദേശിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷെ ഉപദേശിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ കേട്ടോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉമ്മ ഒരു കുട്ടിയെയും കൊണ്ടുവന്നു. ഒരു പയ്യനെയും കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഇവൻ മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു, ആരും പറഞ്ഞിട്ടും അനുസരിക്കണില്ല. നബിയെ നിങ്ങളൊന്നും പറ നബിയെ, എന്റെ പൊന്നുമോൻ അനുസരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. ഉമ്മയെ മോനെ പറഞ്ഞു വിട്ട് പോയിട്ട് വാ, ഒരാഴ്ച കഴിഞ്ഞ് വാ. ഒരാഴ്ച കഴിഞ്ഞ് ഉമ്മ തന്റെ പൊന്നുമോനെയും കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ ആ മകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മധുരം അധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഈ ഉമ്മ ഇത് കേട്ടപ്പോ നബിയോട് ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? ഇത് പറയാനായിരുന്നെങ്കിൽ അന്നേ പറഞ്ഞാ പോരെ, എന്തിനാ ഒരാഴ്ച എടുത്ത്? അള്ളാഹുവിന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോട് ആ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു, ഉമ്മ മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, ആദ്യം അത് എന്റെ ജീവിതത്തിൽ ഒന്ന് കുറയ്ക്കട്ടെ, എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആദ്യം നന്നാകേണ്ടത് നമ്മൾ നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കണം. അതാ ഞാൻ ആദ്യമേ ജാമ്യം ഞാൻ വഴുതു പറയേണ്ടത് നിങ്ങളെ നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഒരേ ഒരായത്തോതൂല്ലേ? ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞു നിർത്താം. 11 മണിയായി. ഒറ്റ കാര്യം പറഞ്ഞു, ഈ ഒരു ആയത്തോതാമെന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു നിർത്താം. ഇൻഷാ അല്ലാഹ് ബാക്കി ആയുസ് ഉണ്ടെങ്കിൽ പിന്നെ പറയാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങളിൽ 6666 ആയത്തുകളിൽ ഒരായത്തോതിയാ സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോ ഉസ്താദേ ഞങ്ങൾ ഓതാ തയ്യാറാണ്. ഇന്ന് വരെ ഓതിയിട്ടില്ലെങ്കിലും ഇന്നത്തെ രാത്രി മുതൽ ഓർമ്മയുള്ള കാലത്തോളം, മരിക്കുവോളം, ശുദ്ധിയുള്ള കാലത്തോളം ഈ ആയത്തോതാതെ ഞങ്ങൾ ഉറങ്ങില്ലെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള പെങ്ങളെ,
അല്ല നിനക്ക് തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ, അല്ല തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ. പരിശുദ്ധമായ ഖുർആൻ ഓതിയ, അള്ളാന്റെ ഖുർആനിനെ സ്നേഹിച്ച, അള്ളാഹുവിന്റെ ഖുർആൻ മക്കളെ പഠിപ്പിച്ച, അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാ, അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നിന്നെ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ, കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കടന്ന ഭാര്യ ആഗ്രഹിക്കുകയാ, എന്റെ ഭർത്താവൊന്നും മരിക്കുന്നില്ലല്ലോ അല്ലാ, ഇദ്ദേഹത്തിന്റെ മൂത്രവും കാസവും കഴുകി മടുത്തല്ലോ. പെങ്ങളെ, നിന്റെ ഭർത്താവ് ആഗ്രഹിക്കുകയാ, ഇവളൊന്നും മരിച്ചിരുന്നെങ്കിൽ വേറെ ഒരുത്തിയെ കെട്ടാമായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ള വാപ്പാ, സ്വന്തം മക്കൾ മരിക്കാ ദുആ ചെയ്യുന്നൊരവസ്ഥ, അർദിൽ ഉംറെന്ന് പറയുന്ന ഒരവസ്ഥ, ആരെയും മനസ്സിലാക്കാൻ കഴിയാതെ, മക്കളെയും കൂടപ്പിറപ്പുകളെയും തിരിച്ചറിയാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് സർവ്വതും താമസിക്കുന്ന, സർവ്വതും അതാ കിടന്ന കിടപ്പിൽ കിടത്ത് നടത്തുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ പ്രതിഫലം, ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ പള്ളിയിലെ ഖത്തീബിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദേ, എന്റെ വാപ്പയും ഉമ്മയും രോഗം പിടിച്ചിട്ട് കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കണില്ല, ഒന്ന് തീരാൻ ദുആ ചെയ്യൂ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയാറുണ്ട്, എങ്ങനെ പറയണത്, മാതാപിതാക്കൾ വേദന സഹിക്കണ കണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റണില്ല, മരണം ഹൈറാണെങ്കിൽ ഒന്ന് പോകാൻ പറയണേട്ടാ, വിചാരിക്കും ഇയാൾ ആ വേദന സഹിക്കണേ. ഇവന് നോക്കി നോക്കി മടുത്തന്നെ. ഒരിക്കലും ഒരു സ്നേഹമുള്ള മക്കൾ പറയൂല, ഒരിക്കലും ഒരു സ്നേഹമുള്ള മക്കൾ തന്റെ മാതാപിതാക്കൾ മരിക്കാൻ പറയൂല. കാരണം എന്റെ പ്രിയമുള്ളവരെ, രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണെങ്കിലും വൈകുന്നേരം രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ പാവം നമ്മളെ മോനെ നിന്ന് വിളിക്കണത് കേൾക്കാൻ എന്ത് സുഖമെന്നറിയും. ഇല്ലാത്തവനെ അതിന്റെ വേദന അറിയൂ, ഇല്ലാത്തവർക്ക് അതിന്റെ വേദന അറിയൂ. ഈ ഭൂമിയിൽ നമ്മളെ മോനെ എന്ന് വിളിക്കുന്നത് രണ്ടേ പേരാ. നമ്മളെ മോനെ എന്ന സ്നേഹത്തോടെ ഈ ഭൂമുഖത്ത് വിളിക്കുന്നത് നമ്മുടെ ഉമ്മയും ഉപ്പയും. ലോകത്തല്ലാതെ വേറെ ആരും നമ്മളെ വിളിക്കൂല. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്തോതാൻ തീരുമാനിച്ച നിനക്കല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്നെ ഈ ദുനിയാവിലിട്ട് അള്ളാഹു നരകിപ്പിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ പ്രതിഫലം എന്തേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന പെങ്ങളെ, സീരിയലല്ല പെങ്ങളെ, സീരിയലല്ല പെങ്ങളെ. ആ സീരിയൽ കാണുന്ന സമയത്ത് നിന്റെ വീടിനകത്തിരുന്ന് നിന്റെ അയൽവാസികൾ മുഴുവനും സീരിയലിന്റെ ശബ്ദം കൂട്ടിവച്ചിട്ട് പടച്ചവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് നിസ്കാരപ്പായിൽ നിന്നിട്ട് ഓതാ നിന്നെ കൊണ്ട് കഴിഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ ഇമാമുനാ ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണവാ. വെള്ളിയാഴ്ച രാവിലെ മരിക്കണ്ടേ? എത്രയോ പേരെ വെള്ളിയാഴ്ച കൊണ്ട് കബറടക്കിയവരാട്. നിനക്കും അതുപോലെ ഒന്ന് മരിക്കണ്ടേ? നിനക്കും അതുപോലെ ഒന്ന് മരിക്കണ്ടേ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണവാ. പടച്ചവരെ, നല്ല മരണം കിട്ടുകയാ. മൂന്നാമത്തെ പ്രതിഫലം എന്ത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, എല്ലാവർക്കും സെൽഫിയുടെ കാലമാണല്ലോ. ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എത്ര പേരാണ് ലൈക്ക് അടിച്ചത്, എത്ര പേരാണ് ഷെയർ ചെയ്തത്, എത്ര പേരാണ് കമന്റ് അടിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ലൈക്കിന്റെ പുറകെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ലൈക്ക് മേടിക്കണം പൊന്നുമോനെ, ലൈക്ക് മേടിക്കണം പൊന്നുമോനെ. അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല ചെറുപ്പക്കാരാ.
ലൈക്ക് മേടിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോഴല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ള പെങ്ങളോട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് ലൈക്കിന് വേണ്ടി തെണ്ടെന്ന് എന്റെ പ്രിയമുള്ള യുവത്വത്തോട്, എന്റെ പ്രിയമുള്ളവരെ, ലൈക്ക് മേടിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? പടച്ചവരെ, വെള്ളമുടിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്നെ കടത്തിയിരിക്കുന്ന ദിവസമുണ്ടല്ലോ, നീ മരിക്കുന്ന ദിവസമുണ്ടല്ലോ, നീ മരിക്കുന്ന ദിവസമുണ്ടല്ലോ. 40 പേര് പറഞ്ഞാ മതി ചെറുപ്പക്കാരാ. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കമന്റ് വേണ്ട പൊന്നുമോര്, ആയിരങ്ങളുടെ ഷെയർ വേണ്ട, ഒരുപാട് പേരുടെ ലൈക്ക് വേണ്ട. 40 പേര് നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ നിന്നെ കുറിച്ചും നല്ലത് പറഞ്ഞാ നിനക്ക് സ്വർഗവാചപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്ന പെങ്ങള്, മരിച്ചാൽ ഇവളെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവളെ പോലെ മരിക്കണം. 40 പേര് പറഞ്ഞ സ്വർഗവാ പൊന്നുമോള്. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അള്ള തരുന്ന 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് മുമ്പ് വയല് പറഞ്ഞ ഉസ്താദ് ഒരു ബൈത്ത് പാടി. ഏത് ബൈത്തെന്നറിയുമോ? അന്തല്ലദീ വലദത് ഉമ്മുക ബാഖിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മരണവേദനയുടെ വേദനയും നൊന്താണ് നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന്. എല്ലാ ഉമ്മമാരും പറയുന്ന വാക്കാ. പക്ഷേ ഉമ്മയോട് തിരിച്ചു ചോദിക്കണം പൊന്നുമോര്, എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ ഉമ്മ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയില് കരഞ്ഞല്ലാനെ വിളിച്ചു ദുആ ചെയ്തുകൊണ്ട് നടന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പ വെള്ള തുണിയിൽ പൊതിഞ്ഞ് നേഴ്സ് കൊണ്ടുവന്നിട്ട്, ഇതാണ് നിങ്ങളുടെ പൊന്നുമോൾ, ഇതാണ് നിങ്ങളുടെ പൊന്നുമോൾ, വാപ്പയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തപ്പോ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നമ്മളെ കണ്ടവരല്ല നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷേ ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ നമുക്ക് ജന്മം തന്ന വാപ്പ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നമ്മുടെ ഉമ്മച്ചിയുണ്ടല്ലോ, നമ്മുടെ പെറ്റുമ്മയുണ്ടല്ലോ, ചിരിച്ചുകൊണ്ടാ നമുക്ക് പാല് തന്നത്. നമ്മൾ കരഞ്ഞ സമയത്ത് ഇവര് ചിരിച്ചു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പകരം വീട്ടണം പൊന്നുപോര്. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് പകരം വീട്ടാ ജീവിക്കു ചെറുപ്പക്കാരാ. എങ്ങനെയാ പകരം വീട്ടേണ്ടത്? പ്രായമാകുന്ന കാലത്ത് വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ടല്ല, വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ല, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടല്ല. എങ്ങനെയാ പകരം വീട്ടേണ്ടതെന്നറിയുമോ? വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. വെള്ളത്തുണിക്കകത്ത് നിന്നെ പുതച്ചിങ്ങനെ വീടിനകത്ത് കടത്തിയിരിക്കുകയാ. അന്നെല്ലാരും കരയും മോനെ, വാപ്പ കരയും മോനെ, ഭാര്യ കരയും മോനെ, മക്കള് കരയും മോനെ, കൂടപ്പിറപ്പ് കരയും മോനെ, കൂട്ടുകാര് കരയും മോനെ, നാട്ടുകാര് കരയും മോനെ. ഏറ്റവും കൂടുതൽ കരയുന്നത് നമ്മുടെ ഉമ്മയല്ലോ. മരിച്ച വീട്ടില് ഏറ്റവും കൂടുതൽ കരയുന്നത് പെറ്റുമ്മയാ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്ന്. ഇന്ന് രാത്രി എങ്ങാണം എന്റെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവച്ചാ എന്റെ ഉമ്മ ചോദിക്കുന്നു, സിറാജ് എനിക്ക് മുമ്പേ പോയല്ലോ, എനിക്ക് മുമ്പേ പോയല്ലോ, എന്റെ കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യേണ്ടവനായിരുന്നല്ലോ, എനിക്ക് മുമ്പേ പോയല്ലോ, ഇനി എന്നാ മോനെ കാണുന്നത്? എല്ലാരും കരയുന്ന ദിവസം മയ്യത്ത് കാണാൻ വരുന്നവനുണ്ടല്ലോ. നിന്നെ കളിയാക്കിയവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ കുറിച്ചില്ലാത്തത് പറഞ്ഞുകൊണ്ട് നടന്നവർ,
നിന്നെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയവർ നീ മരിച്ചെന്ന് കേൾക്കുമ്പോ നിന്നെ കാണാൻ വരുമല്ലോ. നിന്റെ ഏറ്റവും വലിയ ശത്രുവും നിന്നെ കാണാൻ വരും. അവൻ വരുമ്പോഴും വീടിന്റെ വെളിയിൽ വെച്ച് നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്തതാ പറയുന്നത്. പറഞ്ഞു അവസാനം വീടിനകത്ത് കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, അതിനിങ്ങനെ ഉയർത്തണം, അതിങ്ങനെ ഉയർത്തണം. എന്നിട്ട് നിന്റെ മുഖത്തെ ചിരിയും സന്തോഷവും കണ്ടിട്ട് അവൻ അല്ലാഹുവോട് പറയണം, അല്ലാ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാ. ശത്രുവിനെ കൊണ്ടുപോലും പറയിപ്പിക്കണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടി ജീവിക്കും മക്കളെ, അതിനു വേണ്ടി ജീവിക്കും ഉപ്പമാരെ. എന്റെ പെങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനോദിയ അല്ല നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം മരിച്ചു കിടക്കുമ്പോ ചിരിക്കണ്ടേ പെങ്ങള്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കണ്ടേ, എല്ലാരും കരയുന്ന ദിവസം ചിരിക്കണ്ടേ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഇവിടെ കബർ കുടിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാമല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ സഫുള്ള പള്ളിയല്ലേ എന്റെ പ്രിയമുള്ളവര്. ഇവിടെ കബർ കുടിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമല്ലോ. ഈ വയലിന്റെ സദസ്സിലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോ ചോദിക്കണം, ആരെയെങ്കിലും കബറടക്കാ കുടിവെട്ടിയപ്പോ മണ്ണിന് സുഗന്ധമുണ്ടായിരുന്നോ? എന്റെ പ്രിയമുള്ള വാപ്പാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ, അല്ലാഹുവിന്റെ ഖുർആൻ സ്നേഹിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ മക്കളെ പഠിപ്പിച്ച അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം നിനക്ക് വേണ്ടി ഖബർ കുടിക്കുമ്പോ മണ്ണിന് പോലെ സുഗന്ധവാ, മണ്ണിന് പോലെ സുഗന്ധവാ. അഞ്ചാമത്തെ പ്രതിഫലം എന്തേ? മറക്കല്ലേ പെങ്ങള്, മറക്കല്ലേ പെങ്ങള്. അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയ അല്ലാഹു നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം, നാളെ ദുഹറിന് സമയത്ത്, നാളെ ജുമഅയ്ക്ക് മുമ്പ് നിന്റെ വീട്ടിലേക്ക് മയ്യത്ത് കട്ടില് കൊണ്ടുവരികയാ. പടച്ചവരെ, വെള്ളത്തുണിക്കകത്ത് നിന്നെ കുളിപ്പിച്ച്, അതാ സുറുമയൊക്കെ ഇട്ട് സുഗന്ധങ്ങളൊക്കെ വെച്ച് വെള്ളത്തുണിക്കകത്ത് നിന്നെ കുളിപ്പിച്ചതാ പൊതിയുകയാണ്. 3 കെട്ടുകൾ നിന്നെ കെട്ടി, നിന്റെ നടുവിലും നിന്റെ തലയിലും നിന്റെ കാലിലും 3 കെട്ടുകൾ കെട്ടിയിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ ധരിക്കാത്ത വെള്ളത്തുണി കൊണ്ട് നിന്നെ പൊതിഞ്ഞിട്ട് അതാ നിന്റെ മയ്യത്ത് പള്ളിയിലെ ഉസ്താദന്മാര് വന്ന് ദുആ ചെയ്തു. എന്നിട്ട് നിന്റെ മയ്യത്തെടുത്ത് വെക്കുകയാ. സന്തൂക്കിനകത്തേക്ക് മയ്യത്തെടുത്ത് വെച്ചിട്ട് 6 പേര് മയ്യത്ത് കട്ടിൽ പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലോ 6 പേര് നിന്റെ ജനാസ പൊക്കി തോളിൽ വെക്കുവല്ലോ. എന്നിട്ട് ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകുമല്ലോ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വാപ്പാ, അല്ല നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലമോ, അല്ല നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് ചുമക്കുന്നത് മക്കളല്ല, നിന്റെ കൂടപ്പറപ്പല്ല, നിന്റെ കൂട്ടുകാരല്ല, നിന്റെ നാട്ടുകാരല്ല. അല്ലാഹുവേ, മയ്യത്ത് ചുമക്കുന്നത് 6 പേര് മയ്യത്ത് കട്ടിലിൽ കൈവച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വരികയാ. ആരാ ചുമക്കുന്നത്? അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ജനിച്ചത് മുതൽ മരിക്കുമ്പോൾ ഒരു തെറ്റുപോലും ചെയ്യാത്ത റബ്ബിന്റെ മലക്കുകളുണ്ടല്ലോ. അവരെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണം വാപ്പാ, അവരെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പെങ്ങള്, എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല പൊന്നുമോള്, നിങ്ങൾ ഓതാൻ എന്റെ കയ്യിൽ നിന്ന് സ്വന്തമായി പറഞ്ഞതല്ല. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്. നമ്മൾ ജനിച്ചപ്പോഴേ മുസ്ലിമാ. ഈ സഹാബി മുസ്ലിമായത് 30ാമത്തെ വയസ്സിലാ. വഫാത്തായത് 34ാമത്തെ വയസ്സിലാ. 4 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി മോനെ.
പടച്ചവന്റെ അർശുകുലുങ്ങയാട് പ്രപഞ്ചം മുഴുവനും കരഞ്ഞ ദിവസമാണ്. അന്നാ ചെറുപ്പക്കാരന്റെ മുഖത്ത് സന്തോഷവാ. പടച്ചവര് ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ചുമക്കുന്നത് മലക്കുകളാ സഹാബോ. എനിക്ക് നടക്കാൻ സ്ഥലമില്ല, എനിക്ക് നടക്കാൻ സ്ഥലമില്ല. തള്ളവരള കുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം നടന്നു പോവുകയാ. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഖബർ കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധവാ, മണ്ണിന് വല്ലാത്ത സുഗന്ധവാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മണ്ണ് കസൂരിയായിരിക്കുകയാ, മണ്ണ് കസൂരിയായിരിക്കുകയാ. ഈ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രിയിലെ സഅദ് തങ്ങളെ സ്വപ്നം കണ്ടു. അവിടെന്ന് ചോദിച്ചു, സഅദ്, എങ്ങനെ പ്രതിഫലം കിട്ടി സഅദ്? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? ആ സമയത്ത് സഅദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാ, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാ. അല്ലാഹുവേ, ഈ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരായത്തോതിയിട്ട് പിരിയാ, ഒരായത്തോതിയിട്ട് പിരിയാ. പടച്ചവരെ, മരിക്കുന്ന ദിവസത്തോട് ഈ ആയത്ത് മറക്കാതെ ഓതാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാന്, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം 11:30 ഞാൻ നിർത്തുകയാണ്. 11:18 ഇൻഷാ അല്ലാഹ്. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തതിന്റെ പേരിലാണ് ആദം നബി അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഒരേ ഒരു വാക്ക്, ആദം നബിയെയും ഭാര്യയും സ്വർഗത്തിൽ കടത്തിവിട്ടപ്പോ അല്ല പറഞ്ഞ ഒരേ ഒരു വാക്ക്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബ ഹാദിഹി ഷജറ. ആ കാണുന്ന ഒരേ ഒരു മാത്രം സൂക്ഷിച്ചോളണം, അതിന്റെ അടുത്ത് പോകരുത്. ആദം നബിയും ഭാര്യയും പോയി ഉടുതുണി പോലും കൊടുക്കാതെ പുറത്താക്കി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 11:30 നിർത്താന്ന് പറഞ്ഞു, ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആയുസ് തന്നാ പിന്നെ എപ്പോഴെങ്കിലും പറയാം. എനിക്ക് നിങ്ങളൊരു 15 മിനിറ്റും കൂടെ ഇരുന്ന ഒരൊറ്റ കാര്യം കൂടെ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതാം മനസ്സില്ലാത്തവൻ മരിക്കുമ്പോഴും ഒരായത്തോതിയിട്ട് മരിക്കും, ഓതാമെന്ന് നിയ്യത്ത് ചെയ്തവൻ മരിക്കുമ്പോഴും ഒരായത്തോതിയിട്ട് മരിക്കും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ മരിക്കുമ്പോ, ഓതാൻ തീരുമാനിച്ചവർ മരിക്കുമ്പോ ഓതിയ ആയത്താണ് ഏതാണെന്ന് പറയണമെന്ന് ആഗ്രഹം. നിങ്ങൾ ഇരുന്നാ ഞാൻ പറയും, ഇല്ലെങ്കിൽ നിർത്തും. എന്ത് വേണം, എന്ത് വേണം? ഉസ്താദ് വാക്കിയും കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവയ്ക്കുക. പിരിവ് വല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിരിക്കണം. പിരിവ് എന്തേ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം വഅദ് പറഞ്ഞത് ഇവര് വിളിച്ചിട്ട് ഞാൻ വഅദ് പറഞ്ഞു. ഇനി ഞാൻ വഅദ് പറയണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട്, അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി ഞാൻ വഅദ് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വഅദ് പറയുമ്പോ ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊരു 3 സ്വലാത്ത് പറയും. എല്ലാവരും ഒന്ന് എഴുന്നേക്കാം. 3 സ്വലാത്ത് പറയും. ഈ 3 സ്വലാത്ത് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇരുന്നാൽ ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. 3 സ്വലാത്ത് പറഞ്ഞിട്ട് ഈ സദസ്സിൽ ഇരുന്ന എന്താ കണ്ടീഷൻ? പിന്നെ ദുആയും പറഞ്ഞ് 3 സ്വലാത്തും പറഞ്ഞിട്ടേ പിരിയാവൂ. അതിന്റെ ഇടയിൽ ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇപ്പം പൊക്കോണം. അതിന്റെ ഇടയിൽ ആർക്ക് വിരോധമില്ല, ഒന്നുമില്ല, സ്നേഹത്തോടാ പറയണം. കാരണം ദുആ ചെയ്യുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർ മാത്രമേ ഇരിക്കാവൂന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പോകണമെന്നുള്ളവർ ഇപ്പൊ പൊക്കോണം, ആരും തിരിഞ്ഞു നോക്കരുത്. ഒരു 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, പോകേണ്ടവർ പോകാം. ഇൻഷാ അല്ലാഹ്. ഇതിപ്പോ ആരും പോണില്ലേ അപ്പ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ.
അള്ളാഹു നാളെ അവന്റെ സ്വർഗത്തിലും നമ്മുടെ ഈ മുഖത്ത് കണ്ട പുഞ്ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, സ്വർഗത്തിൽ പോകാൻ ഈ ഒരൊറ്റ ഇരുത്തം നീ സബബാക്കണേ റഹ്മാനെ, നീ സബബാക്കണേ അള്ളാഹുവെ. ഈ ഒരു തീരുമാനം അള്ളാഹുവെ പടച്ചവനെ സ്വർഗം കിട്ടാനുള്ള ഒരു കാരണമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന 6ാമത്തെ പ്രതിഫലം, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അഹങ്കാരിയെ പോലെ ജീവിക്കുന്നവൻ. ഖുർആൻ പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച 4 കാലികളെ പോലെയാ. പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി പറഞ്ഞ റോഡിലൂടെ നടന്നു പോകുന്ന 4 കാലുള്ള നായിയെ പോലെയാണെന്ന്. നിങ്ങളെ നായിയോട് ഉപമിച്ചെന്നാരും പറയരുത്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച 4 കാലികളെ പോലെയാ എന്ന് പറഞ്ഞാൽ നായിയെ പോലെയാ. എന്നിട്ട് പറഞ്ഞു അല്ല. കാരണം എന്തേ? ഞാനൊരു തഫ്സീർ പറയാം, ഖുർആനിലൊന്നും കാണില്ല ഈ തഫ്സീർ. എന്റെ ഒരു വിശദീകരണം പറയാം. അള്ളാഹു പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച 4 കാലിയെ പോലെയാ, എന്നിട്ട് പറഞ്ഞു അല്ല എന്ന്. കാരണം എന്തേ? നാളെ പടച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു എല്ലാ മൃഗങ്ങളോടും ചോദിക്കും നിങ്ങൾക്ക് വല്ല പരാതിയുണ്ടോ, നിങ്ങൾക്ക് വല്ല പരാതിയുണ്ടോ. ആ സമയത്ത് അള്ളാഹു നായിയോട് ചോദിക്കും നിനക്ക് വല്ല പരാതിയുണ്ടോ. നായി പറയും പക്ഷെ എനിക്കൊരു പരാതിയുണ്ട്. എന്തേ നിന്റെ പരാതി? അള്ളാഹുവെ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി രേഖപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെങ്കിലും ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, ഈ നന്ദിയില്ലാത്ത മനുഷ്യനെ എന്തിനാ അള്ളാഹ് എന്നോട് ഉപമിച്ചത്? ചിലപ്പോ അള്ളാഹിനോട് ചോദിക്കും മൃഗങ്ങള്, എന്തിനാ അള്ളാഹ് ഈ വൃത്തികെട്ടവനെ എന്നോട് ഉപമിച്ചത്? ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ടല്ലോ, ഈ നന്ദിയില്ലാത്തവനെ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച 4 കാലികളെ പോലെയല്ല, അതിനും അപ്പുറമാണെന്ന് നബി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ബൽഹും അളല്ല്, അതിനേക്കാളും വൃത്തികെട്ടവനാകുമെന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാർ, ഇത്രയും നേരെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഒരു ചരിത്രം പോലും, എനിക്ക് ചരിത്രങ്ങളോട് വലിയ പ്രാധാന്യം ഇല്ലാത്ത ആളെങ്കിലും എന്റെ സഹോദരിമാർ, ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം പോലും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പരാതി വേണ്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് നല്ലൊരു ചരിത്രം പറഞ്ഞുതരാം. മക്കളെ രാത്രി കിടത്തുറക്കുമ്പോ മക്കള് ചോദിക്കും ഇച്ചിരി കഥ പറഞ്ഞുതരാം. പറഞ്ഞു കൊടുക്കണം ഒരു കഥ. സിനിമയും സീരിയലും ഇല്ലാത്ത കഥകളൊന്നും പറയരുത്, നല്ല കഥ പറഞ്ഞു കൊടുക്കണം. നിന്റെ ഉമ്മ അതുപോലെ കഥകൾ പറഞ്ഞു തന്നിട്ടാ നിന്നെ വളർത്തിയ. ഞാൻ എപ്പോഴും പെങ്ങന്മാരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പെണ്ണുങ്ങൾ എപ്പോഴും പറയും മരണവേദനയുടെ വേദനയും നൊന്തട്ടാ ഞാൻ പ്രസവിച്ചേന്ന്. ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോഴേ പറയും പ്രസവം നിർത്തി, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അവര് പറയും മരണവേദനയാണ്. നമുക്ക് ആർക്കും ഈ വേദന അറിയോ? നമ്മൾ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ? മരണവേദന എന്താണെന്ന് ലോകത്ത് ഒരാണിനും അറിയില്ല, പ്രസവം നടത്തുന്ന ഡോക്ടറിന് പോലും അറിയില്ല. പക്ഷെ പെണ്ണുങ്ങൾക്കറിയാം മരണവേദനയുടെ വേദന എന്താണ്. കാരണം അതിന്റെ ഒരു ഭാഗമാണ് പ്രസവ വേദന. 3ഉം 4ഉം പ്രസവിച്ച ഉമ്മാമാര് നന്നാവാത്ത എന്താണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത. ഈ അനുഭവിച്ചവര് പറയല്ലേ, അനുഭവിച്ചിട്ടും നന്നാവുന്നില്ലല്ലോ പെങ്ങളെ. അങ്ങനെ ഇരിക്കാ കുത്തിയിട്ട്. ഉമ്മയാണ് അമീർ, ഫ്രണ്ടിലിരിക്കും, മക്കള് പുറകിൽ. ഉമ്മ ഫ്രണ്ടിയിരുന്ന് കുത്ത മുടിയൊക്കെ നരച്ചിട്ട് എന്താപ്പ ഇല്ലേ. പെങ്ങൾക്ക് നല്ലൊരു പെണ്ണിനെ ഞാൻ പറഞ്ഞുതരാം, പഠിക്ക്. നിന്നെ പോലൊരു പെണ്ണ്, നിന്നെ പോലെ ഒരു പെണ്ണ്, വികാരം വിചാരം എല്ലാം ഉണ്ട്, പച്ച ഇറച്ചിയുള്ള നിന്നെ പോലൊരു പെണ്ണ് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ആരെന്നറിയുവോ? ഒരു ഉസ്താദ് വഅദ് പറയാ, ഒരാള് വഅദ് പറയാ. അല്ലാഹുവേ പടച്ചവനെ, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനും നിങ്ങളും പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാ, ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാ. അല്ലാഹുവേ വഅദ് പറയുന്ന ഉസ്താദ് ഒരു ആയത്ത് ഓതുകയാണ്, വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ സൂറത്തിന്റെ മഹത്വം അറിയുവോ? ഈ സൂറത്തിന്റെ പ്രതിഫലം അറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും നന്നാകുന്ന സൂറത്താ. എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടിക്കുന്ന മക്കളുണ്ടല്ലോ, അതാ വ്യഭിചരിക്കുന്ന മക്കളുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും നന്നാകാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ. പെങ്ങളെ, ഓതിയിട്ട തലയിലൂതുമോളെ, പെങ്ങളെ, ഈ സൂറത്ത് ഓതിയാ എത്ര വലിയ വൃത്തികെട്ടവനും നന്നാകുമെന്ന് പ്രവാചകൻ
പ്രവാചകൻ പറഞ്ഞു തരികയാ. ഈ സൂറത്തിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കിയാ മതി. പടച്ചവരെ, പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, ഈ സൂറത്ത് ഓതിയിട്ട് അതാ ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരു പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, പ്രസംഗം കേട്ട് കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴുകയാ. ആരാ തളർന്നു വീണതെന്നറിയുമോ? നഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് ബോധം കെട്ട് വീഴുകയാണ്. വയല് കടിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. നഫീസ എഴുന്നേറ്റിട്ട് തന്റെ വീട്ടിലേക്ക് പോവുകയാ. തനിക്ക് ബോധം വന്നപ്പോ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവരെ, വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റിയിട്ട് പടച്ചവരെ കുഴിയെടുക്കാൻ തുടങ്ങുകയാ. സ്വന്തമായിട്ടൊരു പെണ്ണ് ഖബർ കുടിക്കുകയാ. ധൈര്യമുണ്ടോ പെങ്ങളെ? നിന്റെ വീടിനകത്തൊരു ഖബർ കുടിക്കാ ധൈര്യമുണ്ടോ? ഖബറിന്റെ ചാരത്ത് പോകാനുള്ള ധൈര്യമുണ്ടോ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ആരും കാണാതെ പാതിരാത്രി തന്റെ വീടിനകത്തിരുന്ന് ഖബർ കുടിക്കുകയാണ്. ഖബർ കുടിക്കുമ്പോ കണ്ണ് നിറയുകയാ. പടച്ചവരെ, കണ്ണിലൂടെ കണ്ണുനീര് വീണിട്ട് ഖബറിനകത്തുള്ള മണ്ണ് മുഴുവനും നനഞ്ഞു പോവുകയാ. കാരണം ഖബറാണല്ലോ, ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട വീടാണല്ലോ, ചിതലും പുഴുക്കളുടെ വീടാണല്ലോ, പാമ്പുകളും തേളുകളും ഉണ്ടല്ലോ. പടച്ചവന് എന്റെ ശരീരം ഇതിനകത്തേക്ക് ഇറക്കി വെക്കുമല്ലോ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ കരയുകയാണ്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിനാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതുകൊണ്ട്. നഫീസ റളിയല്ലാഹു തആല അൻഹാ കരയുകയാണ്. പടച്ചവനെ, എല്ലാ ദിവസവും നോമ്പുകാരിയാ. ഖബർ കുടിക്കുന്നത് രാത്രിയാണ്, ഖബർ കുടിക്കുന്നത് രാത്രിയാണ്. പടച്ചവരെ, ആരും കാണാതെ ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി കഴിയുമ്പോ ഖബർ ഉദ്ഘാടനം ചെയ്യണമല്ലോ. നഫീസ റളിയല്ലാഹു തആല അൻഹാ പടച്ചവരെ പോയിട്ട് ഒളിവെടുത്തിട്ട് കടന്നു വരികയാ. ഒളിവെടുത്തിട്ട് കടന്നു വന്ന് മുസല്ലയെടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാ. എന്നിട്ട് ഖബറിനകത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. എത്ര റക്അത്താ നിസ്കരിച്ചതെന്നറിയുമോ? 10,000 റക്അത്തോളം ഖബറിനകത്തിരുന്ന് നിസ്കരിച്ചു പെങ്ങള്. വയസ്സ് കുറേയായല്ലോ. 50, 60, 40, 30, 20 വയസ്സായവരുണ്ടല്ലോ. പെങ്ങളെ, നിന്റെ ഈ 60 കൊല്ലത്തിന്റെ ഇടയില് ഇന്ന് വരെ 10,000 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ പെങ്ങള്? നഫീസ റളിയല്ലാഹു തആല അൻഹാ ഖബറിനകത്തിരുന്ന് 10,000 റക്അത്ത് നിസ്കരിക്കുകയാ. നിസ്കരിക്കുക മാത്രമല്ല ചെയ്തത്, അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയാണ്. ഖബറിനകത്തെ കൂട്ടുകാരനാണല്ലോ, ഖബറിനകത്തെ കൂട്ടുകാരനാണല്ലോ. പടച്ചവരെ, ഖബറിനകത്തിറങ്ങിയിരുന്നിട്ട് അവിടെ നിന്ന് ഓതാൻ തുടങ്ങുന്നു. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാണ്. 114 അധ്യായങ്ങള്. എത്ര പ്രാവശ്യമാ ഓതിയതെന്നറിയുമോ? 1 അല്ല, 10 അല്ല, 50 അല്ല, 100 അല്ല, 1000 അല്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ 4000 പ്രാവശ്യം ഓതി തീർത്തു പെങ്ങളെ. 4000 വേണ്ട മോളെ, 4000 വേണ്ട പെങ്ങള്. ഒരു പ്രാവശ്യം ഓതി തീർത്തിട്ടുണ്ടോ? നിന്റെ 50 കൊല്ലത്തിനിടയില്, നിന്റെ 40 വയസ്സിന്റെ ഇടയില് ഒരു ദിവസം 1 പേജ് ഓതിയാ മതിയായിരുന്നു. ഒരു ദിവസം 12 വരി ഓതിയാ മതിയായിരുന്നു. എത്ര ഖത്തം തീർക്കാമായിരുന്നു പെണ്ണ്.
നഫീസ റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്ന് 4000 ഖത്ബ് ഓതി തീർത്തു. പടച്ചവരെ, രോഗം പിടിച്ച് കിടക്കുകയാ, എല്ലാ ദിവസവും നോമ്പാ, രാത്രിയിൽ ഉറക്കമില്ല. രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് പറയുന്നു, നഫീസ നഫീസ, നിന്റെ എത്രയോ സുന്ദരിയായിരുന്നു നഫീസ, എല്ലാ പോയല്ലോ, തൊലി കറുത്തു പോയല്ലോ, കണ്ണു കുടിഞ്ഞു പോയല്ലോ, എല്ല് വെളിയിൽ കാണുന്നല്ലോ, ഇല്ലാത്ത രോഗമില്ലല്ലോ നഫീസ, ഒരു ദിവസമെങ്കിലും നിനക്കൊന്ന് ഭക്ഷണം കഴിച്ചുകൂടെ, ഒരു രാത്രിയെങ്കിലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ, നീ മരിച്ചു പോകും നഫീസ, നീ മരിച്ചു പോകും നഫീസ. നഫീസ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ കുടുംബക്കാരോട് പറയുകയാ, 30 കൊല്ലമായി ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? 30 കൊല്ലമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ. അല്ലാഹുവേ, മരിക്കുന്ന ദിവസം എന്നെ ഒരു നോമ്പുകാരിയാക്കണേ അല്ലാ. ഒരു പെണ്ണ് 30 കൊല്ലം ദുആ ചെയ്തത് അങ്ങനെയാ. രണ്ടാമത്തെ ആഗ്രഹം, അല്ലാഹുവേ, ഖുർആൻ ഓതി മരിപ്പിക്കണേ അല്ലാ. കുടുംബക്കാര് മുഴുവനും ഇറങ്ങി പോവുകയാ. നഫീസ റളിയല്ലാഹു തആല അൻഹ പടച്ചവരെ കിടന്ന് അവസാനം മരണത്തിന്റെ സമയമെടുത്തപ്പോൾ, മരണത്തിന്റെ സമയമെടുക്കുമ്പോ പടച്ചവരെ വെളിയിലേക്ക് കടന്നു ചെല്ലുകയാ. നഫീസ റളിയല്ലാഹു തആല അൻഹ വെളിയിലേക്ക് കടന്നു ചെന്നിട്ട് സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാ. പെങ്ങളെ, സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാണ്. എന്നിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന കഫൻ തുണിയും എടുത്തുകൊണ്ട് സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ ചാരത്ത് പോയിട്ട് അല്ലാഹു കൊടുത്തു വിടുന്ന സമ്മാന പൊതിയും കാത്ത് കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ. മരിക്കുന്ന ദിവസം സുന്നത്ത് നോമ്പ 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് ചോദിച്ചു വാങ്ങിയതാ. മരിക്കുമ്പോ നോമ്പുകാരിയായിട്ടാ മരിക്കുന്നത്. അസ്റായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങി, അസ്റായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. പടച്ചവരെ, വേദന സഹിക്കുന്നില്ല, വേദന സഹിക്കുന്നില്ല. നഫീസ റളിയല്ലാഹു തആല അൻഹ മരണവേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടന്ന് കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാണ്, അസ്റായീൽ ചോദിക്കുകയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. മോളെ നഫീസ, എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നോക്കി നഫീസ, ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ട് കൊണ്ട് മലക്കുകളെ നിരന്ന് സഫായി നിൽക്കുന്നത് കണ്ടോ? നിന്നെ കൊണ്ടുപോകാനാ നഫീസ, നിന്നെ സ്വീകരിക്കാനാ നഫീസ. അതുകൊണ്ട് കരയല്ലേ. ഇർജിഇ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. മലക്കുകളെ സ്വാഗതമരുളുകയാണ്. റൂഹ് പിടിച്ച് അരയുടെ ഭാഗമെത്തി. അല്ലാഹുവേ, 30 കൊല്ലം സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിനകത്തിറങ്ങിയിരുന്ന് നിസ്കരിച്ചു റബ്ബിനോട് ദുആ ചെയ്തതല്ലാ. മരിക്കുമ്പോ ഖുർആൻ ഓതി എന്നെ മരിപ്പിക്കണേ അല്ലാ.
ഖുർആൻ എടുത്ത് പെങ്ങള്, ഖുർആൻ എടുത്ത് പെങ്ങള്, നഫീസ ഓതിയ ആയത്തോതണേ പൊന്നുമോള്. ഇന്നു മുതൽ പഠിക്കു പെങ്ങള്, ഇന്നു മുതൽ ഓതി പഠിക്കു പെങ്ങള്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്നിരുന്ന് ഓതി തീർത്ത ഖുർആൻ അതെടുക്കുകയാ. എന്നിട്ടൊരായത്തോതിയിട്ടാ മരിച്ചു പോയത്, എന്നിട്ടൊരായത്തോതിയിട്ടാ മരിച്ചു പോയത്. ഏതായത്തെന്നറിയുമോ, ഏതായത്തെന്നറിയുമോ? ലഹും ദാറുസ്സലാം, ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. പടച്ചവന്റെ സ്വർഗത്തിന്റെ ആയത്തോതി പച്ചപ്പറവുകളെ പോലെ പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് നോമ്പുകാരിയെ പോലെ പറന്നുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാന്റെ ഖുർആൻ മറക്കല്ലേ, അള്ളാന്റെ ഖുർആൻ മറക്കല്ലേ. അത് നിന്റെ വീടിന്റെ വിളക്കാ പൊന്നുമോള്, അത് നിന്റെ വീടിന്റെ അനുഗ്രഹമാ പൊന്നുപെങ്ങള്, അത് നിന്റെ വീടിന്റെ ബർക്കത്താ പൊന്നുമോള്. അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ചുകളെ പൊന്നുമോള്, അത് നിന്നെ ശപിച്ചു കൊണ്ടിരിക്കുകയാ. പടച്ചവരെ എന്ന് തുറന്നു നോക്കുന്നില്ലല്ലോ, എന്റെ പൊടിയൊന്ന് തുടയ്ക്കുന്നില്ലല്ലോ, എന്റെ ഒരായത്ത് പോലെ ബോധുന്നില്ലല്ലോ. ഇവളെ വെറുതെ വിടല്ലേ, ഇവളെ വെറുതെ വിടല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് ശപിക്കുന്നത് കൊണ്ടാ നിന്റെ കുടുംബത്തിന്റെ അകത്ത് സമാധാനമില്ലാത്തത്, നിന്റെ കുടുംബത്തിനകത്ത് തമ്മിലടിയാകുന്നത്, എത്ര കിട്ടിയാലും മതി വരാത്തത്, നിന്റെ കുടുംബത്തിലെ സ്നേഹമില്ലാത്തത്, നിന്റെ മക്കള് തലതിരിഞ്ഞു പോകുന്നത് എല്ലാ ഖുർആനിന്റെ ശാപം കൊണ്ടാ പെങ്ങള്. ഓതുമോള്, ആരടി മണ്ണിനകത്ത് നീ തനിച്ചല്ല പെങ്ങള്. വരും പെങ്ങള്, വരും പെങ്ങള്. നിന്റെ മയ്യത്ത് കൊണ്ട് കബറിനകത്ത് വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ മുൻകറും നക്കീറും വന്നിട്ട് ചോദിക്കുകയാ, മൻ റബ്ബുക, മൻ റബ്ബുക. ഖുർആൻ പറയും അവനോട് ചോദിക്കല്ലേ. എന്റെ കൂട്ടുകാരൻ കിടന്നുറങ്ങട്ടെ, എന്റെ കൂട്ടുകാരൻ കിടന്നുറങ്ങട്ടെ. എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ. എന്റെ കൂട്ടുകാരൻ ഉറങ്ങട്ടെ. പെങ്ങളെ ഖുർആൻ പറയണം പൊന്നുമോള്, ചെറുപ്പക്കാരാ പറയണം പൊന്നുമോള്. അതുകൊണ്ട് അല്ലാഹു ഒരു അവസരം തരികയാ. ഇന്ന് വെള്ളിയാഴ്ച രാവാ പൊന്നുമോള്, നാളെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ല പൊന്നുമോള്. ഇന്ന് മരിച്ചാ സ്വർഗം കിട്ടുന്ന ദിക്ർ പറഞ്ഞിട്ട് പിരിയുകയാ. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഈ പടച്ചവന്റെ സ്വർഗത്തിൽ കുഴിച്ചു മൂടിയിട്ട് അള്ള നിനക്കൊരവസരം തരികയാ. നന്നാകാ, മനസ്സുണ്ടെങ്കിൽ നന്നാകുമോരെ, മനസ്സുണ്ടെങ്കിൽ നന്നാകും പെങ്ങളെ. അള്ളാന്റെ റസൂല് പറയുകയാ, ആറ് മണ്ണിനകത്തേക്ക് പോകുമ്പോ അന ബൈത്തുൽ വഹ്ദാ, എന്റെ വീടിനകത്ത് ആരുമില്ലടാ, എന്റെ വീടിനകത്ത് ഒരു മനുഷ്യനുമില്ല. നീ ഒറ്റയ്ക്ക് കിടന്ന് ബോറടിക്കാതിരിക്കാ. വരുമ്പോ ഖുർആൻ എന്ന കൂട്ടുകാരനുമായി എന്റെ വീട്ടിലേക്ക് വന്നാ നിന്റെ മണ്ണറ മണിയറയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. അല്ലാഹു കേട്ടതൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെയൊക്കെ പഠിപ്പിക്കുക സഹോദരങ്ങളെ, മക്കളെയൊക്കെ പഠിപ്പിക്കുക. എന്റെ വയല് കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്വന്തം ഒരു മകനെ പോലെ കൂടപ്പുറപ്പിനെ പോലെ ചോദിക്കട്ടെ. ഈ പാതിരാത്രി സദസ്സിരിക്കണം എന്റെ സഹോദരങ്ങൾ, വാപ്പമാരും ഉമ്മമാരൊക്കെ വയല് കഴിഞ്ഞ് വീട്ടിൽ പോകണം. നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് സ്വന്തം മകനെ വിളിച്ചിട്ട് ചോദിക്കണം, വാപ്പ ഇന്ന് ഉറങ്ങല്ലേ നീ? ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മക്കളുള്ള എല്ലാ ഉമ്മയും ഉപ്പയും സ്വന്തം മക്കളെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് ചോദിക്കണം, മോനെ എന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അറിയോ മോനെ? ചോദിക്കോ വാപ്പ. നീ നാളെ ഉച്ചയ്ക്ക് മരിച്ചു, ഇന്ന് രാത്രി മരിച്ചു, നാളെ ജുമയ്ക്ക് മുമ്പ് നിന്റെ വീടിന്റെ പുറകിൽ ടാർപ്പ വലിച്ചു കെട്ടിക്കെട്ട് നിന്നെ കുളിപ്പിക്കാൻ എടുത്ത് കടത്തുമ്പോ എന്റെ മക്കള് കുളിപ്പിക്കോ? സ്വന്തം മോൻ കുളിപ്പിക്കോ? ചോദിക്കു പെങ്ങളെ മോളോട്, സ്വന്തം മകളോട് ചോദിക്കും, ഉമ്മ എന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അറിയോന്ന്? അല്ലാഹുവേ, മക്കള് തെണ്ട നടന്നിട്ട് ആരെങ്കിലും ഉണ്ട് എന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ? എന്റെ ഉമ്മാനെന്ന് കുളിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? മക്കള് തെണ്ടി നടക്കാൻ. പള്ളി നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന മക്കളുണ്ടോ? അപ്പ സ്വന്തം നിന്റെ മയ്യത്തിന്റെ ഇമാമ നിന്റെ മോനാകണം. അങ്ങനെ ചിന്തിക്കുക. അറിയോ? പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരോടാ ഞാൻ ഇത് പറയണേ? ആരോടാ ഇത് പറയണേ?
ഇന്ന് വയത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞ് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഇവിടെ എവിടെയോ കിടപ്പുണ്ടല്ലോ ഖബറിനകത്ത്, നിങ്ങളുടെ ഉമ്മയും ഉപ്പ എവിടെയോ ഖബറിനകത്ത് കിടപ്പുണ്ടല്ലോ. ഇന്ന് വയത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ പള്ളിക്കാട്ടിൽ പോയി നിന്നിട്ട് ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതാൻ അറിയണ എത്ര മക്കളുണ്ട്. ഒരു യാസീൻ ഓതാനെങ്കിലും പഠിക്കുക സഹോദരൻ. ഉമ്മയ്ക്ക് ഉപ്പയ്ക്കൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി ജീവിച്ചവരല്ലേ. പലരും ജീവിക്കാൻ മറന്നുപോയി മക്കൾക്ക് വേണ്ടി. നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിക്കാൻ മറന്നുപോയവരാ. നമുക്ക് വേണ്ടി മുണ്ടും മുറുക്കി അവര് പട്ടിണി കിടന്നിട്ട് നമുക്ക് ഭക്ഷണം തന്നവരാ. ഇന്ന് അവരുടെ ഗതി എന്തെന്നറിയോ? നമ്മളൊക്കെ സുഖിച്ച് നടക്കുക, നമ്മുടെ ഉപ്പ കബറി കിടന്ന് തെണ്ട. അത് മനസ്സിലാക്കുക. എന്നൊരു ഹദീസ് കണ്ട് വിഷയം നോക്കിയപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വാപ്പയും ഉമ്മയും ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിച്ചിട്ടല്ല നമ്മളെ ഇത്രയും വളർത്തിയത്. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ നമ്മളെ വളർത്തിയ നമ്മുടെ ഉപ്പ ഇന്ന് കബറി കിടന്ന് യാചിക്ക, അല്ലാഹ് ആരെങ്കിലും എനിക്കൊന്ന് ദുആ ചെയ്യണേ അല്ലാഹ്. ആരെങ്കിലും ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്ക് ദുആ ചെയ്യണേ എന്ന് കബറി കിടന്ന് യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വന്തം ഉപ്പാനെ ഉമ്മാനെയും തെണ്ടാൻ വിട്ട അല്ലാഹു വെറുതെ വിടൂല. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം മാതാപിതാക്കളെ യാചിപ്പിച്ച നാളെ കബറി കിടന്ന് നിനക്കും യാചിക്കേണ്ടിയവരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അഹങ്കാരമൊക്കെ കുറയ്ക്ക് സഹോദരിമാരെ. ഒന്ന് നന്നാകുക. വയസ്സ് കുറെ ആയില്ലേ ഉമ്മ? 10, 30, 40 വയസ്സായിട്ട് നന്നാകാത്തവളെ പിന്നെന്താ പറയുക? ഏതൊരു മനുഷ്യന് 40 വയസ്സാകുമ്പോ പക്വത എത്തുന്ന, 40, 50 വയസ്സായിട്ട് നന്നാകാത്ത മനുഷ്യനെ പിന്നെ ആരാ നന്നാക്കുക? കുറെ ആയില്ലേ? എത്ര കുട്ടികളുടെ മയ്യത്ത് കൊണ്ട് കബറടക്കി. നിങ്ങളെക്കാലി എത്രയോ പ്രായം കുറഞ്ഞവരുടെ കബറടക്കി. അല്ലാഹുവേ പടച്ചവനെ, എന്നിട്ട് നന്നാകാൻ മനസ്സില്ലാതെ ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്ത്. നിങ്ങളും മാതൃകയാകെ, നിങ്ങളും മാതൃകയാകെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഉപ്പാന്റെ കബർ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പെണ്ണ് പള്ളിയുടെ പുറത്ത് നിൽക്കാം, ഒരു സ്ത്രീ ബാഗും പിടിച്ചുകൊണ്ട് പള്ളിയുടെ പുറത്ത് നിൽക്കാം. എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ മകൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ട് കാണുന്നില്ല ഉസ്താദെ, കുറെ നേരമായി ഒന്ന് വിളിച്ചോണ്ട് വരാൻ. പടച്ചോനെ, ഞാനിങ്ങനെ പള്ളിക്കാട്ടിൽ പോയിട്ട് നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. ഞാൻ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, അവിടെ ആരില്ല. ഒരു 30 വയസ്സ് വരെ പെണ്ണിന് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇല്ല ഉസ്താദെ, എന്റെ മോൻ അവൻ ലീവ് കഴിഞ്ഞിട്ട് കോളേജിൽ പോവുക, പാപ്പാനോട് യാത്ര പറയാൻ പോയതാ, കാണുന്നില്ല, എനിക്ക് ശുദ്ധിയില്ല അങ്ങോട്ട് കയറി പോകാൻ, ഉസ്താദ് ഒന്ന് വിളിച്ചോണ്ട് വരുമോ? പ്രശ്നം എനിക്ക് വിഷമം തോന്നി. ഞാൻ ഇങ്ങനെ പള്ളിക്കാട് മുഴുവനും തെരഞ്ഞു നോക്കുമ്പോ ഒരു 12 വയസ്സുള്ള ഒരു മോൻ ഒരു കബറിന്റെ മുകളിൽ കിടന്ന് കരയാ. 12 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി പടച്ചോനെ തന്റെ വാപ്പാടെ കബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞിട്ട് അവന്റെ വെള്ള ജുബ്ബ മുഴുവനും നനഞ്ഞിട്ട് മണ്ണായിരിക്കുക. എന്റെ ശരീരം മുഴുവനും മണ്ണ്. പടച്ചോനെ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിയെടുത്തു. എനിക്ക് സങ്കടം തോന്നി, ഒന്ന് പൊക്കിയെടുത്തു. കരച്ചിൽ ഏങ്ങാ നിന്ന് വാപ്പാനോട് യാത്ര പറയാ. വാപ്പ, ഞാൻ കോളേജിൽ പഠിക്കാൻ പോവാ, വാപ്പാനോട് യാത്ര പറയാമോ? ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യും എൻ്റെ ഉപ്പാന് വേണ്ടി, എൻ്റെ ഉപ്പാന് വേണ്ടി ഉസ്താദ് ഒന്ന് ദുആ ചെയ്യും. ഞാനൊരു ഫാത്തിഹ ഓതി. ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ നീ ദുആ ചെയ്യടാ, നീ ദുആ ചെയ്താ നിന്റെ ഉപ്പാന് എന്ത് സന്തോഷമാണ്. നിന്റെ ഉപ്പ നിന്നെ ഒരുപാട് പഠിപ്പിച്ച, പക്ഷെ നിന്നെ പഠിച്ചു കാണാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് വിധി ഉണ്ടായില്ല. നീ ദുആ ചെയ്യും. ഞാൻ ആമീൻ പറയാം. ഇല്ല ഉസ്താദ്, നിങ്ങൾ ദുആ ചെയ്യും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ദുആ ചെയ്തു. ദുആ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ ഖബറിനകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. മോൻ തളർന്നു, കരഞ്ഞ് തളർന്നു വീണു. പാന്റെ ഖബറിന്റെ മുകളിലേക്ക് തളർന്നു വീണുപോയ പുന്നോ കരഞ്ഞിട്ട്. നമുക്ക് അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു അങ്ങനെയുള്ള മക്കളെ. പണം മതി എല്ലാവർക്കും പണം മതി. വാപ്പ ആരുണ്ട് ളൊക്കെ തിരിഞ്ഞു നോക്കാ. നമ്മുടെ മക്കൾ ദുആ ചെയ്യൂ. നമ്മുടെ മക്കൾ നമ്മളൊന്ന് തീരാൻ കൊതിച്ചിട്ട് നടക്കണവരുണ്ട്. അപ്പാടെ സമ്പത്ത് മാത്രം മതി, ആരുണ്ടാകില്ല ഖബറിൽ പോകുമ്പോ. അതുകൊണ്ട് സഹായത്തിന് വേണ്ടി ആരെങ്കിലൊക്കെ കരുതിവേ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ 6 അടി മണ്ണ് നീ സ്വർഗമാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ നീ മരണവേദന കുറച്ചു തരണേ അല്ലാഹു പടച്ചവനെ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാടിച്ച രാവിൽ കടക്കാരനല്ലാത്ത അവസ്ഥയിൽ മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സ് അതിനൊരു സബബാക്കണേ തമ്പുരാനെ. സംഘാടകർ ബക്കറ്റ് എടുത്തു നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്.
നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എല്ലാവരും ഒരു സദക്ക എടുക്കുക. മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് മാത്രം കരുതുക, അള്ളാഹുവേ എനിക്കൊരു നല്ല മരണം, എനിക്ക് വേറൊന്നും വേണ്ട അല്ലാഹ്. മരിക്കണ സമയത്ത് എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം. വെള്ളിയാഴ്ച രാവിലെ കടക്കാരനല്ലാത്ത രീതിയിൽ മരിക്കാൻ വേണ്ടി ഒരു സദക്ക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വേറെ പിരിവൊന്നുമില്ല, നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്. ഇതാണ് നിങ്ങളുടെ സമ്പത്ത്. ഈ ബക്കറ്റിൽ ഇടുന്ന 1 രൂപയാണ് നിന്റെ യഥാർത്ഥ സമ്പത്ത്. വീട്ടിലിരിക്കുന്നത് നിന്റെ സമ്പത്തല്ല. ശൈത്താൻ കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ കൊടുക്കല്ലേ, അവനെ തിരിച്ചടിച്ചിട്ട് കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ആരെല്ലാ സദക്ക കൊടുക്കുന്നു റഹീമായ അള്ളാഹുവെ, അറുത്തു മുറിക്കുന്ന മാറാ രോഗങ്ങളെ തൊട്ട് ഈ പാവങ്ങളെ നീ കാക്കണേ അള്ളാഹുവെ. പടച്ചവനെ, ഞങ്ങൾ ആരെയും ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അള്ളാഹുവെ. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ തമ്പുരാനെ. അള്ളാഹുവെ, സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും അതിലേക്ക് നല്ലൊരു സദക്ക ഇടാ. നമുക്ക് എന്നിട്ട് ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് എല്ലാവരും പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ് എഴുന്നേറ്റ് പോകരുത്, ദുആ ചെയ്തിട്ടേ പോകാം ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് എല്ലാവരുടെ സഹോദരങ്ങൾ സഹോദരിമാരെല്ലാവരും റോഡിൽ നിൽക്കുന്നവരടുത്തൊക്കെ എല്ലാവരുടെ പോകാൻ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി ഈ ആയത്തോതുന്ന മനുഷ്യന്റെ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറയുള്ളൂ. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ജീവിച്ചിരിക്കുമ്പോ ഒരു പെണ്ണ് പോയില്ലേ അടുത്ത്, ഒരു പെണ്ണ് ജീവിച്ചിരുന്നപ്പോ സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറ്റൂല. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കൽ നിർബന്ധമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു സൂറത്ത് ഓതിയിട്ട് ഒറ്റ ആയത്ത് പഠിച്ചിട്ട് ഈ സദസ്സിൽ വെച്ച് ഓതിയിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് കഴിഞ്ഞപ്പോ പിരിവ് കഴിഞ്ഞു, ഒന്ന് ഉഷാറായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എഴുന്നേറ്റ്, ഈ ഫ്രണ്ടിൽ ഉള്ളവരൊക്കെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് നീ കേറിക്കോ. ഇനി ദുആ മാത്രമേ ഉള്ളൂ. അടുത്ത് ബക്കറ്റിൽ പൈസ ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് വരിക ഇൻഷാ അല്ലാഹ്. എഴുന്നേറ്റ് പോയേക്കല്ല്, എഴുന്നേറ്റ് പോകരുന്ന പഠിച്ചിട്ട് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും അകത്തേക്ക്. പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ് ബിസ്മില്ലാഹ് പൈസ ഇട്ടിട്ട് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. കുറെ നേരമായില്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എഴുന്നേക്ക ഈശ, സീരിയലിന്റെ മുന്നിൽ ഇരിക്കണം, ഓർമ്മയൊക്കെ കള. എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും അകത്തേക്ക് കയറാം ഇൻഷാ അല്ലാഹ്. ഉള്ള സ്വർഗത്തിൽ കയറി നിൽക്ക്. ഇത്രയും നേരം പുറത്തു നിന്നവരൊക്കെ ഇനി അകത്ത് കയറി. ഇനി അകത്ത് കയറിയില്ലെങ്കിൽ പിന്നെ ഹോനെ എന്ത് പറയാനാ? ഈ ദുആഇന്റെ സമയത്ത് അകത്ത് കയറാത്ത മനുഷ്യനെ കുറിച്ച് പിന്നെ എന്ത് പറയാൻ? അപ്പൊ എല്ലാവരും അകത്തേക്ക് കയറി ഇൻഷാ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഓതൂലേ? എന്താ പൈസ വെച്ചൊന്നുമില്ലല്ലോ, ഓതൂലേ? ഓതൂല്ലേ? ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ഒരു ദിക്റുണ്ട്, സ്വർഗം കിട്ടുന്ന ഒരു ആയത്തുണ്ട്. ഏത് വേണം? രണ്ടും കൂടെ താങ്ങൂ? ആർത്തി പാടില്ലല്ലോ. ഏതെങ്കിലും ഒന്നും പിടി. ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു, സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്ർ എല്ലാ ദിവസവും ഓതിയാൽ ഒരായത്ത്, സ്വർഗം കിട്ടുന്ന ആയത്ത്. ഏത് വേണം? ഏത് വേണം മനുഷ്യന്മാരെ? എന്തിപ്പോ രണ്ടും വേണ്ട? ഒന്നും വേണ്ട ഇല്ലേ? ആയത്ത് വേണോ ദിക്ർ വേണോ? ഏത് വേണം? രണ്ടും സ്വർഗം കിട്ടുമല്ലോ, പിന്നെന്താ? ഇങ്ങോട്ട് കയറിപ്പോ എല്ലാരും കയറി നിൽക്കും. ഇങ്ങോട്ട് കയറ, ചെറുപ്പക്കാരൊക്കെ കയറി മക്കളെ, സ്വർഗത്തിൽ കയറി നിൽക്കുക. നമ്മൾ അടുത്തടുത്തേക്ക്. ഞാൻ പിരിവും പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ സംഘടന പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല, വേദനിപ്പിച്ചില്ല, ഒന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വാഴത് എന്നോട് എനിക്ക് തോന്നുന്നു വാഴത് പറഞ്ഞതിൽ ഏറ്റവും നല്ല രീതിയിൽ. ചിലപ്പോഴൊക്കെ എന്റെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ കയറി വരും, എന്റെ സംസാരത്തിൽ അപമര്യാദയായിട്ട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കയറി വരും. ഇന്ന് അതൊന്നും വന്നിട്ടില്ല. ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പ്രസംഗിച്ചത് ഇൻഷാ അല്ലാഹ്. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയണമല്ല. പ്രസംഗിക്കാൻ എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല.
പൊട്ടം മാവിലെറിയുമ്പോൾ മാങ്ങ വീഴും. അതുപോലെ അള്ളാഹു ഒരു അനുഗ്രഹം തന്നു, ഇങ്ങനെ പോന്നു, എത്ര നാളെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരിക. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏത് വേണം കേറും മനുഷ്യന്മാർ, എങ്ങോട്ട് കയറി വീണ്ടും വീണ്ടും അള്ളാഹ് മറ്റേ മൂസാ നബിയുടെ മുന്നിൽ വന്നവനെ പോരാകല്ലേ, അങ്ങോട്ട് കയറി. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരായത്ത് ഓതിയിട്ട് പിരിയാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? പറ മനുഷ്യന്മാരെ, ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് രണ്ടും വേണോ ഒന്ന് മതിയോ? രണ്ടും വേണം. രണ്ടും വേണമെങ്കിൽ ഒരു സദഖ കൊടുക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, വേറൊന്നും വേണ്ട മനുഷ്യന്മാരെ, ഇവരൊന്നും പിരിക്കണ്ട എന്ന് പറഞ്ഞു. എങ്കിലും ഇവർക്ക് ഒരുപാട് പൈസ ചെലവുണ്ട്, ഒരുപാട് പൈസ ചെലവുണ്ട്. നിർബന്ധിത പിരിവോ ഒന്നുമില്ല. എനിക്കിപ്പോ എന്റെ ഇറച്ചി ഇത്തിരി തിന്നാലും കുഴപ്പമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നാളെ വരുമ്പോൾ ഒരു 313 രൂപ ഇവർക്ക് കൊടുത്തേക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൊടുത്തൂടെ? കൊടുത്തൂടെ? നിയത്തി ആരെങ്കിലും നിയത്തി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കാൻ. 313 രൂപ ഒരു മന്തി ബിരിയാണിയുടെ കാശ്. അൽഹംദുലില്ലാഹ്. താത്താമാരൊക്കെ ഒരു മാസത്തെ കേബിളിന്റെ പൈസ സ്വർഗത്തിൽ പങ്കോട്ട് ചെയ്ത പാവക്ക് അള്ളാഹ് പുറത്തേരും. നാളെ വരുമ്പോ ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്ന് കൊടുക്കണം. ഞാൻ നിർബന്ധിക്കുന്നില്ല. അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചു തരുമാറാകട്ടെ. ഞാനൊന്നും കടം വെക്കുന്നില്ല, രണ്ടും പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. കഴിഞ്ഞില്ലേ ഇപ്പൊ എല്ലാം? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അറിയോ? ആയത്തുൽ കുർസി ഓദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ഈ ആയത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന്റെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ ഒരു മറയുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതിക്കൂടെ? ആയത്ത് കുർസി അറിയാത്ത ആരുമില്ലല്ലോ, ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ചെറുപ്പക്കാര് ചിരിക്കണം, ഇങ്ങാര് കൊള്ളാടാ, അപ്പൊ ഇനിയിപ്പോ നിസ്കരിക്കൊന്നും വേണ്ടല്ലോ, ഒറ്റ ആയത്ത് ഓതിയ. അങ്ങനെ ചിന്തിക്കല്ലേ, അങ്ങനെ ചിന്തിക്കരുത്. നിസ്കാരവും നല്ല കാര്യങ്ങളും ചെയ്തിട്ടാ ഇത് ഓതേണ്ടത്, അല്ലാതെ ഇത് മാത്രം ഓതി എന്ന് പറഞ്ഞ് സ്വർഗ്ഗത്തിൽ പോകണമെന്നില്ല കേട്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹിയുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദിക്റ് പറഞ്ഞു, മഗ്രിബിന് മുമ്പ് മരിച്ച സ്വർഗ്ഗം. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദിക്റ് പറഞ്ഞു, സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗ്ഗമാണെന്ന് ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? പറഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരെ ഇരുന്ന് ഇൻഷാ അല്ലാഹ് നേരെ നിൽക്കും മനുഷ്യന്മാരെ. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ ചെയ്ത പാവം നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ചെയ്ത പാവം നിങ്ങൾക്കറിയാം. ഈ കൊടും പാവിയായ നീ ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്റാ. അപ്പൊ പറയും ഇത്തിരി ആത്മാർത്ഥമായിട്ടൊക്കെ പറ, എങ്കിലല്ലേ കിട്ടുള്ളൂ. ഞാൻ ചങ്ങനാശ്ശേരി പള്ളിയിൽ ഇത് പറഞ്ഞപ്പോ ഒരു പയ്യൻ ഇറങ്ങി പോകുമ്പോ കൂട്ടുകാരനോട് പറയാ, ഇന്ന് മഗ്രിബ് പോരെ ഞാൻ മരിക്കൂലളിയാ. അപ്പൊ കൂടെ പോയപ്പോ ചോദിച്ചു, എന്താടാ? എടാ, ഇന്ന് മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത കണക്ക് വെച്ച് നോക്കുമ്പോ എന്തായാലും എനിക്കത് കിട്ടൂല. അങ്ങനല്ല, ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر ذنوب إلا أنت. അള്ളാഹു പറയാനും ഇത് പറയണ ദിവസം മരിക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നി. ചെറിയ ദിക്റ 4 വരിയേ ഉള്ളൂ. വലിയ വലിയ പാട്ടുകളൊക്കെ നമുക്കറിയാമല്ലോ. തൗറാത്തിന്റെ അത്രയുള്ള പുസ്തകം നമ്മുടെ മക്കൾക്ക് കാണാൻ പഠിക്കാൻ അറിയാം. വെറും 5 വരിയേ ഉള്ളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദൻബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ദിക്ർ ആരെങ്കിലും പറയുന്ന ദിവസം മരിച്ചുപോയാൽ അവന് സ്വർഗ്ഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കബറിൽ പോകേണ്ട 5 കാര്യങ്ങൾ, കൊണ്ടുപോകേണ്ട 5 കാര്യത്തിൽ ഒരെണ്ണം പറഞ്ഞു, ബാക്കി 4 എണ്ണം കടവ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ് തന്ന എപ്പോഴെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ വെച്ച് കാണാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാപ്പാ, ദുആ ചെയ്യാം. ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂ. ഇതിപ്പാ സ്വീകരിക്കോ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മനുഷ്യന്മാരെ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇൻഷാ അല്ലാഹ് എന്തിനാ പറയണേ? എന്തിനാ ഇൻഷാ അല്ലാഹ് പറയണേ? സംശയമുള്ള കാര്യങ്ങൾക്കാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. നാളെ കാണാം ഇൻഷാ അല്ലാഹ്, നാളെ തരാം ഇൻഷാ അല്ലാഹ്. സംശയം. ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ അതിനർത്ഥം നിനക്ക് സംശയമാണെന്ന് അല്ലേ? അതല്ലേ അതിനർത്ഥം? ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ്, അതിനെന്താ? സംശയം ഉണ്ടെന്ന്. അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് പറയരുത്, ബാക്കി എല്ലാ വിഷയത്തിലും പറയും. ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മാത്രം ഇൻഷാ അല്ലാഹ് പറയരുതെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. കാരണം സംശയം പാടില്ല ദുആഇന്റെ വിഷയത്തിൽ. ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. ദുആ ചെയ്താൽ നീ ചോദിക്കുന്നത് തന്നില്ലെങ്കിലും അല്ലാഹു എന്തെങ്കിലും നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ദുആ ചെയ്താൽ സ്വീകരിക്കുമോ? ഇല്ലേ? സ്വീകരിക്കും. ഇനിയും മടി. ഒരാൾക്കറിയാം ഞാൻ ദുആ ചെയ്ത അള്ളാഹു സ്വീകരിക്കില്ല എന്ന്, പിന്നെ ഓൻ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? പറ മനുഷ്യന്മാരുണ്ടോ? ഇല്ലേ? ഇല്ല. അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇറക്കി വിടാൻ പറ്റുമോ? ഇല്ല. ഒന്ന് നന്നാക്കാൻ നോക്കാം, നന്നായെങ്കിൽ നന്നാവട്ടെ, ഇല്ലെങ്കിൽ അള്ളാഹിനെ വിട്ടേ. ഞാനൊരു കഥ പറയാം ചിലപ്പോൾ നന്നാവുമല്ലോ. ഈ ആയത്ത് ഹദീസ് ആകുമ്പോഴല്ലേ പറ്റാത്ത. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അള്ളാന്റെ റസൂല് പറയുന്നു, നരകത്തിനകത്തിട്ടിരുന്ന നരകവാസികളിൽ നിന്ന് 2 ചെറുപ്പക്കാരും മതില് ചാടി. അങ്ങനെ ഉണ്ടല്ലോ ബിരുദന്മാരെല്ലായിടത്തും ഉണ്ട്. 2 ചെറുപ്പക്കാരും മതില് ചാടി രക്ഷപ്പെട്ടു. 2 പേരും വെളിയിൽ വന്നു, സ്വർഗം കണ്ടു. ഒറ്റ ഓട്ടം സ്വർഗത്തിലേക്ക്. പോണ വഴിയിൽ മലക്കുകൾ നോക്കി. 2 പേരെയും മലക്കുകൾ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അള്ളാഹു 2 പേരെയും നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ വന്ന വഴി തന്നെ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. പൊക്കോടാന്ന് പറഞ്ഞു. ഇപ്പൊ 2 പേരിൽ ഒരാള് അള്ളാഹു പോകാൻ പറഞ്ഞു, അവനങ്ങ് പോയി. തിരിഞ്ഞു പോലും നോക്കിയില്ല. പോടാന്ന് പറഞ്ഞു, അവനങ്ങ് പോയി. എന്നാൽ 2ാമത്തെ മനുഷ്യൻ പോകുന്നില്ല. അവൻ ഇത്തിരി നല്ല ആളായി. അവൻ അള്ളാന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്. അള്ളാൻ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുക. അള്ളാനെ നോക്കുന്നു, നിന്ന് കരയുന്നു. അള്ളാഹ് പറഞ്ഞു, എടാ നിന്റെ കൂടെ വന്നവൻ പോയി, പോടാ. ഞാൻ പോത്തില്ല, അവിടെ ഞാൻ പോകൂല. ഇവൻ വാശി പിടിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. അള്ളാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവന്റെ നോട്ടം കണ്ടിട്ട് അള്ളാഹു ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? എന്തിനാ നീ എന്നെ ഇങ്ങനെ നോക്കണേ? ഇല്ല അല്ലാ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നേ. പറയാ നരകവാസി പറയും, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. അപ്പൊ അള്ളാഹ് ചോദിച്ചു, പിന്നെ എന്താണ് എന്നെ കുറിച്ച് നീ വിചാരിച്ചിരുന്നത്? ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുവേ, ഇതിൽ നിന്ന് ചാടിയാ നീ പിടിക്കുമെന്ന് എനിക്കറിയാം. ഈ നരകത്തിൽ നിന്ന് ഞാൻ ചാടിയാ നീ പിടിക്കും. നിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കതറിയാം. എന്നിട്ട് ഞാൻ ചാടി വന്നത് എന്തിനെന്നറിയോ പടച്ചോനെ? എനിക്കൊന്നറിയാം, നിന്റെ അടിമ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിന്റെ അടിമ കരയുന്നത് നിനക്കിഷ്ടമല്ല. അല്ലാ, ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് കേറി ഞാൻ നിന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കരച്ചല് കണ്ടിട്ട് കേറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറയുമെന്ന് കരുതിയിട്ട അല്ലാ ഞാൻ കേറി വന്ന് എന്നെ വീണ്ടും നരകത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് നല്ല ഒരു ഭാവന വെച്ച ഒറ്റ കാരണം കൊണ്ട് അല്ലാഹു ആ ചെറുപ്പക്കാരന് സ്വർഗം കൊടുത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിൽ കടന്ന നരകവാസിക്ക് അറിയായിരുന്നു, ഞാൻ അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ അള്ളാഹ് എനിക്ക് സ്വർഗം തരുമെന്ന്. നമ്മൾ ഈ പലർക്കും അത്ര പോലും ഇല്ലാതെ പോയി നിൽക്കണത് സ്വർഗത്തില. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ, അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് സ്വീകരിക്കൂലേ? ഉറക്കെ അങ്ങോട്ട് പറ. നിയമസഭ പോലെ 2 അഭിപ്രായം വേണ്ട, ഒറ്റ അഭിപ്രായം. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി.